പ്രാക്ടീസ് ആരംഭിച്ചിട്ട് തലശ്ശേരി കോർട്ടിൽ ഒരു 10-15 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇവിടെ സീനിയർ ലോയർ മേരി മാത്യു അവരുടെ ഹസ്ബൻഡാണ്, ഇന്ന് മരിച്ചുപോയി. അപ്പൊ അവരുടെ ശവസംസ്കാരം നടന്നില്ല, കോവിഡ് ടെസ്റ്റിനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും അവരുടെ നിര്യാണത്തിൽ ഈ ഓൺലൈൻ ക്ലാസ്സും ഒരു അനുശോചനം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാന്നാണ് പറഞ്ഞത്. കേട്ടിട്ടുണ്ടാവൂലേ? അങ്ങനെയാണ് സന്തോഷ് വക്കീല് നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാരും മ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ സന്തോഷം അൺമ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇന്നലെ നമ്മള് പ്രധാനമായിട്ടും CPCയിലെ സെക്ഷൻസ് ആണ് കൈകാര്യം ചെയ്ത്. നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ വലിയ കാര്യമായിട്ട് കടന്നിട്ടില്ല. സെക്കൻഡ് പാർട്ട് ഒരുപക്ഷെ ഒരു വലിയൊരു എനാക്ട്മെന്റിന്റെ അത്രയും തന്നെയുള്ള റൂൾസ് ഉള്ള ഒരു കാര്യമാണ്. ഓർഡർ 21 എന്ന് പറയുന്നത് 106 ഞാൻ ഇന്നലെ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അതിലെ കുറെ ഭാഗങ്ങളൊക്കെ ചില റൂൾസ് ഒക്കെ ചിലതൊക്കെ ഞാൻ സെക്ഷന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇന്ന് വി ആർ സോൺലി കൺഫൈൻഡ് ടു ഓർഡർ 21. അപ്പൊ അതില് ഓർഡർ 21 റൂൾ 2 ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, എങ്കിലും അതൊന്നുകൂടെ ആവർത്തിക്ക് പോവാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഓർഡർ 21 റൂൾ 1, all money payable under a decree shall be paid as follows: by deposit into the court, out of court, otherwise as the court which made the decree directs. In the 3 modes are mentioned in rule 1 of order 21. ഇത് പലപ്പോഴും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണിത്. അതിൽ ഒരു കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരിക്കുന്നു. നമ്മൾ മോർഗേജ് പോലെ ഉള്ള കേസുകളിൽ ബാങ്ക് ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ഡെപ്പോസിറ്റ്, അല്ല ഇക്വിറ്റബിൾ മോർഗേജോ അല്ലെങ്കിൽ ഇക്വിറ്റബിൾ മോർഗേജ് ക്രിയേറ്റ് ചെയ്യുന്ന കേസുകളിലൊക്കെ തന്നെ ഡോക്യുമെന്റിന്റെ മുകളിൽ വരുന്ന എൻഡോഴ്സ്മെന്റ് ഒരു സബ്സിക്വന്റ് സ്ക്രൂട്ടണിക്ക് ബാങ്കുകളിൽ എത്തുമ്പോഴുള്ള പ്രശ്നം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഇനി സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് പേയ്മെന്റ് മണി ഡിഗ്രിയുടെ കേസിനകത്ത് ഫോർ എക്സാമ്പിൾ MACTയിൽ നമുക്ക് ക്ലെയിം അവാർഡായി കഴിയുമ്പം ഇമ്മീഡിയറ്റ്ലി ഒരു വിത്തിൻ 60 days the company will deposit the check before the court and they will give an intimation to us. അതൊക്കെ വരുന്നത് ഈ റൂൾ 1 പെട്ടതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത് എല്ലാ റൂളും ഞാൻ എലാബറേറ്റ് ആയിട്ട് വായിച്ചു പോയാൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസവും ഫുള്ള് തീരില്ല. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഷോർട്ടാക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇത് വായിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ അതില് ഫസ്റ്റ് rule 1A, by deposit into the court whose duty it is to execute the decree or sent to that court by postal money order or through a bank. So the court of first instance or the court by which the decree has to be executed, to that court we can send by money order. Then second one, out of court to the decree holder by postal money order or through bank or any other mode wherein the payment is evidenced in writing. അതല്ലെങ്കിൽ ബാങ്കിൽ മുഖാന്തരം ഈ പറഞ്ഞ ഡിഗ്രി ഹോൾഡർക്ക് നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. അതല്ലെങ്കിൽ a specified mode is prescribed in the decree itself, then that mode has to be opted. അതാണ് അതിൽ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ where the payment is made under clause A, that means a deposit into the court, or clause C of subrule 1, that means other modes prescribed in the judgment or the decree, the judgment debtor shall give notice thereof. The judgment debtor shall give notice thereof to the decree holder through the court or directly to him by registered post acknowledgement. ഇത് നമുക്ക് അക്നോളജ്മെന്റ് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ കൊടുത്തെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരം ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഹോൾഡർ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ അതിന്റെ റൂൾ 1 സബ് റൂൾ 4 നോക്കുക. ഓൺ എനി എമൗണ്ട് പെയ്ഡ് അണ്ടർ ക്ലോസ് A or ക്ലോസ് C of sub rule 1,
interest, if any, shall cease to run from the date of service of notice referred in sub-rule 2. So, as per sub-rule 2, a notice shall be served to the degree holder. So, till the date of serving such a notice to the degree holder, whatever the rate of interest prescribed in that decree shall run up to that date. Then second one, rule 1 in the sub-rule 5, on any amount paid under clause B of sub-rule 1, interest, if any, shall cease to run from the date of such payment. So, namakku valare applicable aayittulla oru sub-rule aanu sub-rule 4. See, in many of the cases connected with this award passed in MACT, you can see that the companies are depositing the check. I don't think that we are not making any calculation with regard to the in accordance with the award. So we have to calculate the rate of interest provided in the decree or provided in the award, and whether it is tallies with the calculation which was suggested in sub-rule 4 of rule 1 of order 21. They have to give interest up to the date of service of notice to the degree holder. മിക്കവാറും കേസുകളിൽ ഇപ്പൊ കമ്പനിയുടെ വക്കീൽമാരൊക്കെ ഉണ്ടാവും, ഞാൻ അവരാരും പരാതി പറഞ്ഞു, മിക്കവാറും കേസുകളിൽ കമ്പനി അവിടെ നിന്ന് ചെക്ക് അയച്ചു കൊടുക്കുന്ന, അവരവിടെ നിന്ന് ചെക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെക്ക് ഡ്രോ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് അതിനകത്ത് കണക്കൂട്ടിയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പം വലിയ എമൗണ്ടുകളൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യു ക്യാൻ ക്ലെയിം ദ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ്, യു ക്യാൻ ക്ലെയിം ദ ഇൻട്രസ്റ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ദാറ്റ് നോട്ടീസ്. അതാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ ഡെയിലി ഒരു പ്രാക്ടീസിൽ നമുക്ക് ഗുണകരമായിട്ടൊരു ഭാഗമാണ്. Then rule 2 ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടുതൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. So any person can approach the concerned court for getting a certificate to that effect. Unless the court is certified as prescribed under rule 2, no other payment will be acknowledged by the court. That is also there in that provision, that rule. And coming to rule 3. Rule 3 ചെറിയൊരു കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. റൂൾ 3 നോക്കൂ, വേർ ഇമ്മൂവൽ പ്രോപ്പർട്ടി ഫോംസ് വൺ എസ്റ്റേറ്റ് ഓർ ടെനർ സിറ്റുവേറ്റ് വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് 2 or more courts, any one of such court may attach and sell the entire estate or tenor. അപ്പോൾ ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നു 46 പ്രകാരം പ്രിസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ദാറ്റ് ഇസ് ഓൺലി mode by which we can attach a property which situates outside the jurisdiction of that court. So that means that is also in as a part of execution of decree. So if the property which situates outside the jurisdiction of the executing court, through precept we can attach and sell the property, അല്ലെങ്കിൽ ആ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതൊക്കെ ഇന്നലെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, if the subject matter of the decree situates in 2 or more courts, then which court, through which or part, whether we can execute through this court and the remaining part can be executed through other court. These are the doubts which normally arise while reading rule 3. So this is very important as far as properties are spread over 2 or more different courts. So we can execute, as per this rule, we can execute through the court in which you are preferring the execution petition. When എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ലിമിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് വേർ ദ ഇമ്മൂവൽ പ്രോപ്പർട്ടി ഫോംസ് വൺ എസ്റ്റേറ്റ് ഓഫ് ടെനർ, ഓർ ടെനർ എന്നാണ് അതിനകത്ത് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. സപ്പോസ് ഒരു ഭാഗം, എ പാർട്ട് ഓഫ് ദ പ്രോപ്പർട്ടി സിറ്റുവേറ്റ്സ് ഇൻ എ പർട്ടിക്കുലർ വില്ലേജ് in Taliparamba, within the jurisdiction of Taliparamba Municipal Court, and the remaining portion of that property situates in another village which comes under the jurisdiction of Payanur Municipal Court or Kannur Municipal Court. But these properties are plots. Then you can opt or resort this rule. But see, ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഡിഗ്രിക്കകത്താണെന്നുണ്ടെങ്കിലും എക്സിക്യൂഷൻ പെറ്റീഷനകത്താണെന്നുണ്ടെങ്കിലും
പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, പ്രോപ്പർട്ടി ഉള്ളത്, ആ പ്രോപ്പർട്ടികളൊക്കെ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതോട് കണക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ ഓർഡർ 7 റൂൾ 3 നമ്മൾ ഷെഡ്യൂൾ ഇൻകോർപ്പറേറ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡർ 20 റൂൾ 9 ആസ് എ പാർട്ട് ഓഫ് ഡിഗ്രി, if any schedule is a subject matter of the decree, that also to be incorporated in the decree. അത് ഓർഡർ 20 റൂൾ 9 പറയുന്നുണ്ട്. ഇനി 21 അതിനകത്ത് തന്നെ ഐ തിങ്ക് റൂൾ 13 അറ്റാച്ച്മെന്റുമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ CRPക്കകത്ത് 18 അവിടെയൊക്കെ തന്നെ പറയുന്ന പ്രോപ്പർട്ടി ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ. If the property is having definite boundaries, the boundaries must be mentioned. The survey number is there, that has to be mentioned. A specific name is there for the property. For example, ഒരു പ്രത്യേക നിലം ഒരു പേരിൽ അറിയാം, കരിനിലം എന്നറിയപ്പെടുന്നു. ആ കരിനിലം എന്നുള്ള കാര്യം നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ പേരും കോളിയാട്ട് എസ്റ്റേറ്റിൽ പെട്ട ആ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ at the time of execution of the decree, the executing court has to identify that this property is exclusively within the jurisdiction of this executing this court, or whether it is spread over in the jurisdiction of any other courts. ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ്. അതുപോലെ തന്നെ സെക്ഷൻ 17 അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓർഡർ 7 റൂൾ 3 നമ്മുടെ പ്ലെയിന്റിനെ കുറിച്ചുള്ള പറയുന്നുണ്ട്. ദെൻ CRP 18 അതൊന്ന് ആ ഏരിയ ഒന്ന് കവർ ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ദിസ് ഈസ് ഓൾസോ കേസ് വേർ ഇതിനകത്ത് പറയുന്നത് വേർ ദ ഇമ്മൂവൽ പ്രോപ്പർട്ടി ഫോംസ് വൺ എസ്റ്റേറ്റ് ഓർ ടെനർ സിറ്റുവേറ്റ് വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ആണ്. സമ്മർക്ക് കേസ് ഞാൻ വേറൊരു ആസ്പെക്ട് കൂടെ അതിനോട് അനുബന്ധിച്ച് ഡിസ്കസ് ചെയ്യാം. അത് ഇനി വരുന്ന സമയത്ത് പറയാം. സപ്പോസ് ദ പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആസ്പെക്ട് അവിടെ വരുന്നില്ല. Suppose a deposit of a person which is with a bank within the jurisdiction of the executing court, the remaining portion of his deposit is with another bank within the jurisdiction of another court. ഇതൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ആസ്പെക്ട് വരുന്നില്ല. ഇവിടെ വരുന്നത് ഓൺലി വേർ ദ ഇമ്മൂവൽ പ്രോപ്പർട്ടി ഫോം വൺ എസ്റ്റേറ്റ് ഓർ ടെനർ എന്നുള്ള കേസ് മാത്രമാണ്. അവിടെ മൂവൽ പ്രോപ്പർട്ടീസിന്റെ കേസിനോ മണിയുടെ കേസിനോ വരുന്നില്ല. ഇനി അത് ഞാനത് പിന്നീട് അതിനെ കുറിച്ച് വരുമ്പോൾ പറയാം. അപ്പൊ ഇത് ഓൺലി വെൻ ദ പ്രോപ്പർട്ടി ഫോംസ് വൺ എസ്റ്റേറ്റ് ഓർ ടെനർ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പാർട്ടീഷൻ കേസിനകത്തൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചോദിച്ച് കൊടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒഴികെ നമുക്ക് ഇവിടെയുള്ള പ്രോപ്പർട്ടി പാർട്ടീഷൻ ചോദിക്കുമ്പോൾ ഇവിടെയുള്ള നിയമം അതിന് ആപ്ലിക്കേഷൻ വരാറുണ്ട്. ഒരുപക്ഷെ മഹാരാഷ്ട്രയിലുള്ള പ്രോപ്പർട്ടിയാണ് അവിടെ പാർട്ടീഷൻ ചോദിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന റൂൾസും അവിടെ വരുന്ന സക്സഷൻസ് ഒക്കെ ചില വ്യത്യാസമുണ്ട്. നമുക്കറിയാം ഹിന്ദു ലോയ്ക്കകത്ത് തന്നെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന സെക്ഷൻ 6 അമെന്റ്മെന്റ്സ് ഒക്കെ തന്നെ കേരളത്തെ ബാധിക്കുന്നില്ല, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വരാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സെക്ഷൻ 15 recently 2016 there is an amendment by Kerala High Court that after the death of mother, the property will revert back to the legal heirs of the son if the property devolved upon this mother by the death of her son എന്നുള്ള ആസ്പെക്ട് ഉണ്ട്. അത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് എത്തിപ്പോയി എവിടെയെങ്കിലൊക്കെ. അതുകൊണ്ട് ഓർഡർ 21 തന്നെ കൺഫേം ചെയ്ത് വരികയാണ്. ദെൻ ഓർഡർ 4 റൂൾ 3 സംബന്ധിച്ച് അത്രേ പറയാനുള്ളൂ. ഇത് മോർഗേജ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും മോർഗേജിന്റെ സെയിലിനെ സംബന്ധിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മോർഗേജ് സൂട്ട് ഫയൽ ആക്കുമ്പോഴും വേർ ദ മോർഗേജ് പ്രോപ്പർട്ടി സിറ്റുവേറ്റ്സ് എന്നുള്ളതാണ് ജൂറിസ്ഡിക്ഷൻ വരുന്നത്. എവിടെയാണ് ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതല്ല വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഷെഡ്യൂൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഞാൻ ആ ട്രാൻസ്ഫർ ഓഫ് ഡിഗ്രിയെ കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. ആ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഒക്കെ വളരെ സിമ്പിൾ ആണ്. അതിനെക്കുറിച്ചൊന്നും വലിയ എലാബറേറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമുള്ളതല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാന്ന്. നമ്മൾ we have to file an execution petition before that court in which the decree was passed with a prayer that this decree has to be transferred to such and such a court for the reasons that whether the respondent is residing in that court, jurisdiction of that court, whether the property to be attached is lies in the jurisdiction of other court, etc. The reason can be mentioned. So at that time the court will transfer the decree. While transferring the decree, there is an important part or an important aspect to be noted by the executing court to certify that
whether any part of the decree is executed through this court or not. A certificate to the effect that a part of this decree is executed or not. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എത്ര ഭാഗം, suppose a money decree, decree amount is 5 lakh rupees, and I preferred an execution petition for arrest of that JD, and he was residing within the jurisdiction of Taliparamba Municipal Court. He paid some amount for, assume for example, for 1 lakh. That 1 lakh was paid by him, and he has failed to pay the remaining amount. When arrest was ordered, Amin reported before the court that now he is residing outside the jurisdiction of this court or residing in the jurisdiction of some other courts. Then we are moving for transfer of the decree to the other courts. Then this court has to certify that out of the decree amount, 1 lakh or the amount is recovered. That certification is necessary. നമ്മൾ പലപ്പോഴും അറിയാതെ ഈ ഒരു സർട്ടിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കേസുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതായിരിക്കും. നമ്മൾ ARCയുടെ ഓർഡേഴ്സ് ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസരത്തിൽ ARCയുടെ ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ JR or AR will be attached with the award. എന്താണ് ആ സർട്ടിഫിക്കറ്റ്? ദാറ്റ് ഇസ് എ സർട്ടിഫിക്കറ്റ് മെൻഷൻഡ് ഇൻ റൂൾ 3, റൂൾ 5, റൂൾ 6. റൂൾ 6ൽ പറഞ്ഞിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ആണത്. So that certificate has to be attached along with the award, and we are preferring the execution petition. In the case of executing an award passed by registrar or joint registrar as per the provisions of Societies Act. Then see, the same formality has to be complied. The same formality has to be complied when the decree is further transferred from the transferee courts. If it is further transferred, ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു ട്രാൻസ്ഫറി കോർട്ടിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്. ഈ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന കോടതിയുടെ അത് എല്ലാ പവേഴ്സും ഇതിലുണ്ടെന്ന് പറഞ്ഞു. സം പവേഴ്സ് ആർ ലിമിറ്റഡ് or taken away from the transferee courts, except that all other powers are conferred with this transferee court. So the transferee court is, while transferring the decree from that court to another court, that transferee court is also give a certificate to the effect that out of the decreed amount, such and such amount is recovered. The same procedure has to be followed in all cases, all transfer procedures. So our certificate കാര്യം ഞാൻ പ്രത്യേകിച്ച് ഈ ARCയുടെ അവാർഡിന്റെ എക്സിക്യൂഷന്റെ കാര്യത്തില് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഓർമ്മിപ്പിച്ചത്. ദെൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ തന്നെ കാണുന്നതാണ്. ദെൻ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ആപ്ലിക്കേഷൻ റൂൾ 10 ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂഷൻ. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ മരട് ഫ്ലാറ്റിന്റെ ഒരു ഡിമോളിഷനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് കൂടി പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് ഈവൻ ആരാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഡിഗ്രി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എക്സിക്യൂഷന് വേണ്ടിയിട്ട്. ദെൻ കമ്മിങ് ടു 11 ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഓറൽ ആപ്ലിക്കേഷൻ. ഓറൽ ആപ്ലിക്കേഷനകത്ത് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടെ നടത്തി പോകാം. കാരണം താല്പര്യമുള്ളവർക്ക് അത് ചിലപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാം, പക്ഷെ അതിനകത്ത് വലിയൊരു പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് വേറെ ഡിഗ്രി ഈസ് ഫോർ ദ പേയ്മെന്റ് ഓഫ് മണി the court may, on oral application of the decree holder, at the time of passing of the decree, order immediate execution thereof by the arrest of the judgment debtor prior to the preparation of a warrant if he is within the precincts of the courts. Precincts of the court ലാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഓർഡർ ആക്കാം. അറസ്റ്റ് ഓർഡർ ആക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു അറസ്റ്റ് വാറന്റ് സെർവ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഒക്കെ തന്നെ റൂൾ 286 CRP പറയുന്നുണ്ട്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇന്നലെ ആൾക്കാർ സംശയം പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തതാണ്, അതായത് ഡിഗ്രിയും ജഡ്ജ്മെന്റും ഡേറ്റ് സംബന്ധിച്ചൊരു പ്രശ്നം. നമുക്കറിയാം ഡേറ്റ് ഓഫ് ജഡ്ജ്മെന്റും ഡേറ്റ് ഓഫ് ഡിഗ്രി എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ മറ്റേ ദണ്ഡം ചാർജ് അടയ്ക്കുന്ന കാര്യമൊക്കെ പറയുന്ന പോലൊക്കെ തന്നെയാണ്. അതിനകത്തൊരു ചെറിയൊരു അനോമലി ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല.
നോർമലി നമുക്ക് വീണ്ടും ചിലപ്പോൾ കുറച്ചുകൂടെ അത് ഫർദർ ഞാൻ സ്കോളേഴ്സിന് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ആളുകൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ആൻസേഴ്സ് ഒന്നുമില്ല. അതായത് നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ 20 റൂൾ 6A അതായത് ജഡ്ജ്മെന്റ് സംബന്ധിച്ച് പറയുന്ന ഒരു പോർഷൻ ആണല്ലോ ഓർഡർ 20. ഓർഡർ 20 റൂൾ 6A പ്രിപ്പറേഷൻ ഓഫ് ഡിഗ്രി ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, every endeavor shall be made to ensure that the decree is drawn up as expeditiously as possible and in any case within 15 days from the date on which the judgment is pronounced. Rule 6A of Order 20. Abo every endeavor shall be made to ensure that the decree is drawn up as expeditiously. അപ്പോൾ ചെയ്യണം പറയുന്നുണ്ട്, 15 ദിവസം സമയം കൊടുക്കുന്നുണ്ട്. നോർമലി വി ആർ ഗെറ്റിംഗ് ടൈം ഫോർ ഫയലിംഗ് ദ കോസ്റ്റ് ലിസ്റ്റ് 6 days. സോ ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഡേറ്റ് ഓഫ് ഡിഗ്രി ആൻഡ് ഡേറ്റ് ഓഫ് ജഡ്ജ്മെന്റ് ആർ ഡിഫറൻറ്റ്. സോ ആരെങ്കിലും റിസോർട്ട് ചെയ്ത് ആരെങ്കിലും ഓർഡർ 11 സംബന്ധിച്ച് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക് ഫോർ എ ഡിഗ്രി, വെദർ ഡിഗ്രി ഇസ് ഡോൺ അപ്പ് എന്നുള്ള ചോദിക്കാം. ഇവിടെ എൻ്റെ ഒരു വ്യൂ ഞാൻ പറയാം, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടോട്ടൽ സൊല്യൂഷനോ ടോട്ടൽ ആൻസറോ ഒന്നുമല്ല. ഇവിടെ നമുക്ക് 286 കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ഡിഗ്രി അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. റൂൾ 286 CRP അതിൽ പറയുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 286-നകത്ത് ഓറൽ ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂഷൻ അണ്ടർ ഓർഡർ 21 റൂൾ 11. When an oral application for arrest of a judgment debtor is made under Order 21 Rule 11(1), the fact shall be recorded by the court on its proceedings as soon as the arrest is made. The total amount due under the decree, include the cost, shall be ordered to be ascertained by the office at once. So the office of the court is ordered to calculate the decree amount. So which includes the costs. അപ്പോൾ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഡിഗ്രി ഡ്രാഫ്റ്റിംഗ് ആണ് ആ ഒരു ചെറിയ സമയത്ത് നടക്കുന്നത്. അപ്പോൾ ആ ഡിഗ്രി ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ബാക്കിയുള്ള എമൗണ്ടുകൾ എത്രയാണ് എന്നൊക്കെയുള്ള അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് ആ വാറണ്ട് നമുക്ക് ഈ പറഞ്ഞ ആൾക്ക് കൊടുക്കുന്നത്. ഇവിടെ പിന്നെ ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു വയലേഷനിലെ എന്നൊക്കെ ചോദിക്കാം. കാരണം see that JD is not getting an opportunity to prefer an appeal. JD is not getting an opportunity to explain with respect to the means, etc. അതൊക്കെ എവിടെയുണ്ട്, അതൊന്നും നമുക്ക് എവിടെയും ഈ CPC-ലോ CRP-ലോ ഒന്നും കാണുന്നില്ല. എനിവേ ആ ഒരു ക്വസ്റ്റ്യൻ ലെഫ്റ്റ് ഓപ്പൺ ടു ദ ലിസണേഴ്സ്. ഒരിക്കൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക, പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നോക്കുക. അതുകൊണ്ടാണ് റൂൾ 11 കുറിച്ച് പറയാനുള്ളത്. പിന്നെ റിട്ടേൺ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. റിട്ടേൺ ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നെ റൂൾ 11 തന്നെ പറയുന്നുണ്ട്. ദെൻ ഞാൻ നിങ്ങളെ പിന്നെ ഓർഡർ റൂൾ 22-ലേക്ക് കൂട്ടുകയാണ്. റൂൾ 22, നോട്ടീസ് ടു show cause against execution in certain cases. So where an application for execution is made more than 2 years after the date of the decree, or against the legal representatives of a party to the decree, or against an assignee or receiver in insolvency where the party to the decree has been adjudged to be insolvent, the court executing the decree shall issue notice to the person against whom the execution is applied for, requiring him to show cause. So notice is mandatory as per rule 22. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് മാൻഡേറ്ററി ആണ്. ഇഫ് ദ ഡിഗ്രി more than 2 years after the date of the decree, so the execution is made after 2 years ആണെന്നുണ്ടെങ്കിലാണ് ആ ഒരു കേസ് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മൾ റിവേഴ്സ് റീഡിംഗിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വിത്തിൻ 2 ഇയേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടീസ് കൊടുക്കണ്ട എന്നുള്ള ഒരു വാദത്തിലേക്ക് വരുന്നത്. സോ ഹിയർ ദ വേർഡ് യൂസ്ഡ് ഈസ് where the application for execution is made more than 2 years after the date of the decree.
So if it is less than 2 years or within 2 years of passing of the degree, you are approaching the court for executing the degree, you can ask for the dispensation, to ask to dispense the notice to the JD. പലപ്പോഴും എല്ലാ കോടതികളും അത് ചെയ്യാറില്ല. പലപ്പോഴും നമ്മൾ ഈ RCP ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ, ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ ആളെ വേഗം ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ നോട്ടീസ് സെർവ് ചെയ്യാതെയൊക്കെ ചില കോടതികളൊക്കെ പെർമിറ്റ് ചെയ്യാറുണ്ട്. എനിവേ അത് ഈ 2 yearsനുള്ളിലാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് വേണ്ട എന്നുള്ള വാദം പറയുന്നത് നമ്മൾ ഇതിന്റെ ഒരു റിവേഴ്സ് റീഡിംഗ് ആണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ റൂൾ 22 വന്നത്. പിന്നെ issuance of such notice cause an unreasonable delay. In such case also court can dispense the notice. അത് ആ പ്രൊവിഷൻ പറയുന്നുണ്ട്. Then അതിനിടയിലുള്ള മറ്റ് പ്രൊവിഷൻസും ഞാൻ പിന്നെ പ്രോസസ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾക്ക് സെയിൽ സംബന്ധിച്ച കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിനിടയ്ക്കുള്ള ഇപ്പോൾ ഈ ഗാർണിഷി ഡീറ്റെയിൽസ് അതൊന്നും മുമ്പ് ആരെങ്കിലും എൻ്റെ ക്ലാസ് കേട്ടവരൊക്കെ ഉണ്ടാവും. ഗാർണിഷിനെ കുറിച്ചൊക്കെ നമ്മൾ എലാബറേറ്റ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഏതായാലും ആ വഴിക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന്റെ എക്സിക്യൂഷനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ പിന്നെ ഹസ്ബൻഡ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന്റെ ഡിഗ്രി കംപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ആ സെക്ഷനകത്ത് 32, 33 ഒക്കെ വളരെ ആയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. Then straight away I'm coming to rule 58. 41 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ ഡിസ്ക്ലോഷർ ഓഫ് ദി ഡീറ്റെയിൽസ് ഓഫ് അസറ്റ്സ് ഓഫ് ദ JD, അതൊക്കെ 41 വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ വരുന്നത് 58ലേക്കാണ്. Adjudication of claims to or objection to attachment of property. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഞാൻ അതിന്റെ ആ 11 പോർഷൻ തങ്കച്ചുവെങ്കിലെ 58ലേക്ക് ഒന്ന് പോയിക്കോളൂ. 58 റൂൾ 58. See, where any claim is preferred to or any objection is made to the attachments or any property attached in execution of a decree on the ground that such a property is not liable to such attachments, the court shall proceed to adjudicate upon the claim or objection in accordance with the provisions herein contained, provided that no such claim or objection shall be entertained where before the claim is preferred or objection is made the property attached has already been sold. Even prior to the attachment, the property has already been sold. B, where the court considers that the claim or objection was designedly or unnecessarily delayed. അതാണ് ആ പ്രൊവിഷനിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, if the property is sold prior to the attachment. Secondly, the court considered that the claim or objection was designedly or unnecessarily delayed. In these two cases, claim shall not be entertained. Then coming to the subrule 2, all questions arising between the parties to the proceedings or their representatives under this rule and relevant to the adjudication of the claim or objection shall be determined by the court dealing with the claim or objection and not by a separate suit. അപ്പൊ ഇവിടെ ഒരു ക്ലെയിമുമായിട്ട് വന്നാൽ, അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടിയുടെ മുകളിൽ ഒരു ക്ലെയിമുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിമിനകത്ത് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യണം. 47 പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. Court shall determine by the court dealing with the claim or objection and not by a separate suit. Sorry, ഇവിടെ പറഞ്ഞിരിക്കുന്നത് all questions including questions relating the rights, title or interest in the property attached. So the title of the the right of the person making the claim or the interest of the person making the claim over the property attached to the property has to be decided in this petition, not by a separate suit. ഇവിടെ നമുക്ക് പലപ്പോഴും നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ മനസ്സിൽ കരുതി വെച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്,
58 claim പോയാൽ you can opt for you can go for a separate suit. You can file a separate suit. Your title can be get declared. Your right can be decided through a separate suit, etc., etc. Normally, we are studied in such a manner. What is the difference? അതാണ് ഇവിടെ ഈ 58 ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നോക്കൂ, മൂന്നാമത്തെ സബ് റൂൾ. Upon determination of the question referred to in sub rule 2, the court shall, in accordance with such determination, allow the claim, disallow the claim, continue the attachments, or pass such other order. അതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. Then 4, where any claim or objection has been adjudicated upon under this rule, the order made thereon shall have the same force and be subject to the same condition as to appeal or otherwise, as if it were a decree. So claim is decided if a claim is disposed by the courts under rule 58. It is having the same effect of a decree. That means നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഡെഫിനിഷൻ ക്ലോസിൽ പഠിച്ചിരിക്കുന്ന ഡിഗ്രിയുടെ ഡെഫിനിഷൻ ക്ലോസിൽ പഠിച്ച ഡീംഡ് ഡിഗ്രിയിൽ പെടുന്നതാണ് all orders pronounced under this rule. That means the right, title, everything എല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പൊ പിന്നെ ഒരു സെപ്പറേറ്റ് സൂട്ട് പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ സെപ്പറേറ്റ് സൂട്ട് ഫയലാക്കാം, ക്ലെയിം പെറ്റീഷൻ റിജക്ട് ചെയ്താൽ പറ്റുമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണെന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്. സെപ്പറേറ്റ് സൂട്ട് നിൽക്കും, പക്ഷെ അത് ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ള ശ്രദ്ധിച്ചോളൂ. Where a claim or an objection is preferred and the court under the proviso to sub rule 1 refuse to entertain it, the party against whom such order is made may institute a suit to establish the rights which he claims to the property in disputes. നോക്കൂ, അപ്പൊ സബ് റൂൾ 1-ൽ പറഞ്ഞിരിക്കുന്ന, സബ് റൂൾ 1-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സബ് റൂൾ 1-ൽ പറഞ്ഞിരിക്കുന്നു, see if the claim is designedly or unnecessarily delayed for filing or preferring, then that claim can be rejected. Or where the claim is preferred after the disposal, after the property is disposed, അല്ലെങ്കിൽ it's sold ആണെന്നുണ്ടെങ്കിൽ, it has already been sold ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം അവിടെ എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സെപ്പറേറ്റ് സൂട്ട് നിൽക്കുള്ളൂ. അതിന്റെ ലോജിക്കലായിട്ടൊരു കൺക്ലൂഷൻ വേറെയും കൂടെ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അതായത് 58 റൂളിൽ 1-ലും 2-ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിജക്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെപ്പറേറ്റ് സൂട്ട് നിൽക്കുകയുള്ളൂ. ബിക്കോസ് ഓൾ അതർ ആസ്പെക്ട്സ് ആർ ഡിസൈഡഡ് അണ്ടർ അതർ സബ് റൂൾ. യുവർ ടൈറ്റിൽ ഈസ് ഡിസൈഡഡ്, യുവർ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്, എവറിഥിങ് ഈസ് ഡിസൈഡഡ് ഇൻ ദ ക്ലെയിം പെറ്റീഷൻ ഇറ്റ്സെൽഫ് ഇഫ് ദ ക്ലെയിം പെറ്റീഷൻ ഈസ് എന്റർടൈൻഡ്. സോ അങ്ങനെ എന്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസൈഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വന്നിരിക്കുന്ന ഡിസിഷൻ ദാറ്റ് വിൽ ബി ഓപ്പറേറ്റ് ആസ് എ റെസ് ജുഡിക്കേറ്റർ. So that is why he cannot file a separate suit. So once the claim is rejected under sub rule 1, then only you can resort filing of a separate suit. അപ്പൊ ഇത് പലപ്പോഴും 58-ലെ ക്ലെയിം തള്ളിക്കളഞ്ഞാൽ പലപ്പോഴും സൂട്ടിന് പോകാം എന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ധാരണ ഉണ്ടാവരുത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂട്ട് നിൽക്കുള്ളൂ. ഇനി ഒന്ന് ഇതിനോട് കൂടുതൽ പറയേണ്ടതായിട്ടുണ്ട്. ഓർഡർ 38 റൂൾ 8. Order 38, you know that we are attachment before judgment. Attachment before judgment. Order 38, rule 5 prakaram, you are attaching a property. And a claim is coming before the courts that the property over the defendant is not having any saleable interest over the property. Order 38, you can make a claim petition there also under Rule 8, Order 38, Rule 8. Adjudication of claim to property attached before judgment. Where any claim is preferred, to property attached before judgment, such a claim shall be adjudicated upon in the manner herein before provided for the adjudication of claims to property attached in execution of a decree for payment of money. അപ്പോൾ ഓർഡർ 38 റൂൾ 8-ൽ പറഞ്ഞ് ഇതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന പ്രകാരം പിന്നെ ഡിസൈഡ് എങ്ങനെയാണോ ഒരു ക്ലെയിം ഡിസൈഡ് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്, അത് പ്രകാരം കൺസിഡർ ചെയ്യണം. ദാറ്റ് മീൻസ്
നമ്മളെ റൂൾ 58 കാരണം 38 മുമ്പുള്ളതാണല്ലോ 21. അപ്പൊ 21-നെ കുറിച്ചാണ് അവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. ഓർഡർ 21 റൂൾ 58 പ്രകാരം ഡിസൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓർഡർ 38 എ ക്ലെയിം പ്രിഫേർഡ് in an application or an attachment made under Rule 5 of Order 38 and an attachment made in pursuance of a execution of a decree, both these application has to be considered in the same manner. 38-ല് 8 പ്രകാരമുള്ള ക്ലെയിമും 21-ൽ 58 പ്രകാരമുള്ള ക്ലെയിമും ഒരേപോലെ ഡിസൈഡ് ചെയ്യണം. ഇതിലൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ഇതാണ് പലപ്പോഴും നമ്മൾ റൂളിങ്ങുകളൊക്കെ തന്നെ ഒരുപാട് റൂളിങ്ങുകൾ വരാം. ഇപ്പൊ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ഞെട്ടിച്ച ഒരു റൂളിംഗ് ആണല്ലോ അഡ്വേഴ്സ് പൊസഷൻ. അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു റൈറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ആസ് എ ഷീൽഡ്, നോട്ട് ആസ് എ സോഡ്. അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പം റീസെന്റ് ആയിട്ട് ഹരിപ്രസാദ് സാറിന്റെ റൂളിംഗും അതിനുശേഷം ഇപ്പം സുപ്രീം കോടതിയിൽ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ റൂളിംഗ് ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ക്യാൻ ഓൾസോ ദ പേഴ്സൺ ഹു ആർ ക്ലെയിമിംഗ് അഡ്വേഴ്സ് പൊസഷൻ ക്യാൻ ഓൾസോ പ്രിഫർ എ സൂട്ട് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഒരു കാലത്ത് 2006 എനിക്ക് തോന്നുന്നു 2006 കേരളത്തിലൂടെ കടന്നുപോയ നമ്മുടെ ജസ്റ്റിസ് അരിജിത് വസായസ്, അദ്ദേഹത്തിന് 2006 സുപ്രീം കോടതിയിലെ റൂളിംഗ് ഉണ്ട്. ഈ ഒരു അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുന്ന ഒരു ബാഡ് ലോ ആണ്. അത് വളരെ വളരെ മോശമായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു ഒരെണ്ണം ഇന്ത്യയിൽ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും ഇന്നത്തെ ജഡ്ജിമെന്റും കൂടെ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ രണ്ടും വളരെ വ്യത്യാസം തോന്നാം. എന്ന് പറഞ്ഞ രീതിയിൽ 2010 1 KLT 142 രാജൻസ് കേസ് ഇത് ഓവർ ചെയ്യപ്പെട്ടു പോയതാണ്. നമ്മൾ ഓർമ്മിച്ചിട്ട് KP ശങ്കർ സാർ ഉൾപ്പെടുന്ന ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ റൂളിംഗ് ആണ് 2010 1 KLT 142. ഇത് ഓവർ ചെയ്തിട്ടുണ്ട്. ഓവർ ചെയ്തിരിക്കുന്ന സൈറ്റേഷൻ 2019 1 KLT 100. അതൊരു ഫുൾ ബെഞ്ച് റൂളിംഗ് ആണ്. ഡിവിഷൻ ബെഞ്ച് ആണല്ലോ, അപ്പൊ ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ബെഞ്ചിനെ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു. ഞാൻ ആ സൈറ്റേഷൻ എടുത്ത് മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ വെച്ചാൽ അത് തന്നെ ഒരു വലിയ രസമുള്ള കാര്യമാണ്, കുറേ അധികം ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു കാര്യം അത് പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ 2010 പറഞ്ഞ ശങ്കരൻ സാറിന്റെ റൂളിംഗ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഓർഡർ 38 റൂൾ 8 എന്ന് പറയുന്ന സംഭവം ഒരു സൂട്ടിൽ ഒരു ഡിഗ്രി വരുന്നതിന് മുമ്പുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഓർഡർ 38 റൂൾ 8 ക്ലെയിം പെറ്റീഷൻ that is coming before the court before deciding the suit. നേരെ മറിച്ച് ഓർഡർ 21 റൂൾ 58 ഉള്ള ക്ലെയിം എന്ന് പറയുന്നത് ഓൾറെഡി ഡിഗ്രി is there for the as a part of execution or in continuation of the execution of that decree the property is attached. So both these claim petitions need not be treated similarly. and അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ 38 റൂൾ 8-നകത്തുള്ള ക്ലെയിം പെറ്റീഷൻ ഡിസൈഡ് ചെയ്യുന്ന അവസരത്തിൽ സൂട്ട് തന്നെ പാർട്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എന്തിനാണ് പാർട്ടിയുടെ റൈറ്റും ടൈറ്റിലും ഇൻട്രസ്റ്റും ഒക്കെ ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത്? അതൊരു ആവശ്യമുള്ളതല്ല. കാരണം അത് സൂട്ട് സ്റ്റേജിൽ മാത്രമാണ്, സൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ്. അതുകൊണ്ട് സൂട്ട് ചിലപ്പം അയാൾ ഗിവപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ഫൈനാലിറ്റി വരാത്ത ഒരു സ്റ്റേജിനകത്ത് നമ്മൾ വി ആർ ഡിസൈഡിങ് ദ റൈറ്റ് ആൻഡ് ടൈറ്റിൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ അറ്റാച്ച്ഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്ലെയിം പെറ്റീഷൻ. So that need not be equated with a procedure which is contemplated under Rule 58 of Order 21. So the footing given to Order 58 is at a higher level and Rule 8 is a lower level. അതാണ് അത് കൺസിഡർ ചെയ്തു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് രാജൻ എന്ന് പറഞ്ഞ ഉള്ള പേരിലാണ്. ഇത് വളരെ രസകരമായിട്ട് ഇതിനെ മറികടന്ന് ഇത് ഒരുപാട് ആളുകൾക്ക് ദോഷകരമായി ബാധിച്ച 10 വർഷത്തോളം 9 വർഷത്തോളം നമുക്ക് ദോഷകരമായി ബാധിച്ചൊരു വിധിയായിരുന്നു. അത് പക്ഷേ അതിനെ മറികടന്നിരിക്കുന്ന ഫുൾ ബെഞ്ചിന്റെ വിധി എന്ന് പറഞ്ഞാൽ വായിക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് രസകരമായിട്ടൊരു കാര്യം മാത്രം ഞാൻ പറയാം, എങ്ങനെയാണ് അതിനെ മറികടന്നിരിക്കുന്നത്. അവിടെയാണ് ലെജിസ്ലേച്ചേഴ്സിന്റെ ഇന്റൻഷനെ കുറിച്ച് വളരെ സപ്പോർട്ടീവായിട്ട് വളരെ അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. See, once the statute says that both application has to be considered similarly, both applications are to be considered and disposed in a specified manner,
You cannot deviate by saying that one is premature and another is matured. One is at the initial stage, other is after passing of a decree. You cannot equate all these two, you cannot differentiate these two petitions by saying that one is before decree and the other is after decree. When the statute says that the legislature's intention is that both the petitions has to be considered similarly, in the same manner has to be disposed, then how you can draw a different a line to differentiate or separate these two? You cannot. So you are bound to follow or take the wordings in the statute in its letter and spirit. അതിൽ തന്നെ കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഓർഡർ 38 റൂൾ 8 പറഞ്ഞിരിക്കുന്നത് where any claim is referred to property attached before judgment, such a claim shall be adjudicated upon in the manner herein before provided for the adjudication of claim to property attached in execution of a decree for the payment of money. A specific mode is prescribed there in Order 38 Rule 8. Then why you are deviating from that procedure by saying that this is is lying in a lesser footing? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതാണ് ആ രണ്ടാമത്തെ വിധിയുടെ ചുരുക്കം. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അത് ഒരു രസകരമായ ഒരു വിധിയാണ്. ഇനി ഇത് രണ്ടും ഇങ്ങനെ പാടില്ല എന്നുള്ള ഒരു ചിന്തയും ചിലപ്പോൾ നമുക്ക് വരാം രണ്ടും വായിച്ചു കഴിയുമ്പോൾ. ഇനി അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടിരിക്കുന്നു. ദെൻ ആ സൈറ്റേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2019 1 KLT പേജ് 100 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓവർ റൂൾ ചെയ്യപ്പെട്ട സൈറ്റേഷൻ. Then straight away we can move to sale of the property. Sale of immovable property in execution of the decree. See, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സെക്ഷൻ 51 പ്രകാരം even without attaching a property it can be put for sale. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം അറ്റാച്ച്മെന്റ് ഇല്ലാതെ വിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് when there is a charge over the property or a property is mortgaged. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ further attachment is not required. See, the object of attachment is to make the property available for the satisfaction of the decree by prohibiting the judgment debtor from transferring the property. അതാണ് ആ അറ്റാച്ച്മെന്റിന്റെ ഉദ്ദേശം തന്നെ പറയുന്നത്. അറ്റാച്ച്മെന്റ് എന്തിനു ചെയ്യുന്നു എന്നതിനെ കുറിച്ച് എനിക്കൊന്നൊരു സൈറ്റേഷൻ എനിക്ക് തരാൻ പറ്റും. 1997 4 SEC 451. So if the property is sold in as an execution proceedings, the property is sold even without attachments. So mortgage ഒന്നും ഇല്ലാത്ത ഒരു കേസാണ്, അല്ലെ ചാർജ് ഒന്നും ഇല്ലാത്ത ഒരു കേസിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്യാതെ തന്നെ by mistake the court sold the property. That's only ഒരു റെഗുലാരിറ്റി മാത്രമാണ്. അത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സെയിൽ അല്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ ഒരു സൈറ്റേഷൻ ഉണ്ട്, ഞാനത് വരുന്ന വഴിക്ക് തരാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അതില് പ്രധാനമായിട്ടും സെയിൽ വരുന്നതിന് മുമ്പ് as per rule 66 there must be a sale proclamation. Sale proclamation mandatory ആണ്. അപ്പം what are the requirements or what are the contents in a sale proclamation? അതും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സെയിൽ പ്രൊക്ലമേഷന് വേണ്ടി നമ്മൾ പ്രൊക്ലമേഷന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ നമുക്കറിയാം. എല്ലാവരും അത് നമ്മൾ കോടതിയിൽ ഹാജരാക്കും. വേണുവക്കീലിനൊക്കെ അറിയാം, നമ്മുടെ കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ പണ്ട് തൊട്ടേ ഫോംസ് വിൽക്കുന്ന ഒരു കടയുണ്ട്. സമൻസും അതുപോലെ തന്നെ
ഈ പറഞ്ഞ പ്രൊക്ലമേഷന്റെ കരട് പരസ്യം, കരട് ലേല വിജ്ഞാപനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോമൊക്കെ കിട്ടാറുണ്ട്. പലപ്പോഴും നമ്മൾ അത് മേടിച്ചിട്ടൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇപ്പോഴും അതിന്റെ ഫോട്ടോ കോപ്പി ചുരുക്കിയിട്ടൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. വെറുതെ അതിൽ നോക്കിയാൽ മതി, അതിൽ ശുദ്ധ അസംബന്ധങ്ങളാണുള്ളത് ആ പ്രിന്റഡ് ഫോർമാറ്റിനകത്ത്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഫോർമാറ്റ് ഏത് കാലത്ത് രൂപീകരിച്ചാണ്, ഏത് റൂളിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയതാണെന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ഒക്കെ തന്നെ തെറ്റുമാണ്. റൂൾ 66 പ്രകാരമാണ് പ്രൊക്ലമേഷൻ ഫോർ ദ സെയിൽ ഓഫ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതിൽ ഏതോ റൂളാണ് പറയുന്നത്, 152 ഏതോ റൂൾ, ഏത് കാലത്തെ റൂളാണെന്ന് എനിക്കറിയാം. ചിലപ്പം എനിക്ക് തോന്നുന്നത് CPCയുടെ ഈ പിന്നെ 72 അമെന്റ്മെന്റ് മുമ്പ് നടന്ന അമെന്റ്മെന്റ് ഉണ്ട്, ആ അമെന്റ്മെന്റിന് മുമ്പുള്ളതാണെന്ന് തോന്നുന്നു. 1908 ആണല്ലോ, അതിനുശേഷം വന്ന ഏതോ ഒരു പ്രൊക്ലമേഷൻ ആണ്. അപ്പോൾ പ്രൊക്ലമേഷൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് എവിടെയോ ഉണ്ട്, ഞാനും വന്ന കാലത്ത് ഓർത്ത് വെച്ചിരുന്നു, വൺസ് ദ പ്രോപ്പർട്ടീസ് പ്രൊക്ലൈംഡ് ആൻഡ് പുട്ട് ഫോർ സെയിൽ, ആ സെയിൽ പർട്ടിക്കുലർ ഡേയിൽ നടന്നില്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച നടക്കുന്നൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അത് എവിടെയാണ് അങ്ങനെ ഒരു സാധനം CRPക്കകത്ത് എവിടെ ഞാൻ വായിച്ചു കേട്ടിട്ടില്ല. ഇനി ആരെങ്കിലും സീനിയേഴ്സ് ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നന്നായിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു പ്രൊക്ലമേഷനാണ് പലപ്പോഴും പല കോടതിയിലും സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രൊക്ലമേഷനകത്ത് മെയിനായിട്ട് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ABCDE എന്ന് പറഞ്ഞിട്ട് 66 പറയുന്ന കാര്യങ്ങളുണ്ട്. ദ പ്രോപ്പർട്ടി ടു ബി സോൾഡ് ആൻഡ് വേർ ദ or where the part of the property would be sufficient to satisfy the decree, the revenue assessed, any encumbrance over the property, the amount to be recovered, every other thing which the court considers material for a purchaser to know in order to judge the nature and value of the property. See, these are the requirements there in the proclamation. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടത്. ഡിഗ്രിയിൽ പിന്നെ എത്ര എമൗണ്ട് ആണ് റിക്കവർ ചെയ്യേണ്ടത്, ഏത് പ്രോപ്പർട്ടിയാണ് വിൽക്കാൻ വേണ്ടി പോകുന്നത്, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വേണം അതിനകത്ത്. അപ്പോൾ ഈ 66-നകത്ത് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ പലപ്പോഴും ഡിഗ്രി ഹോൾഡറെ സംബന്ധിച്ചോളം പിന്നീട് വലിയ പ്രശ്നങ്ങൾ വരാം. കാരണം നമുക്ക് സെയില് തുറന്നു പോകുന്ന അവസരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇറഗുലാരിറ്റീസ് എന്നുള്ളത് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഇറഗുലാരിറ്റീസ് പലപ്പോഴും പ്രൊക്ലമേഷനകത്ത് ദർ ഇസ് നോ പ്രോപ്പർ പ്രൊക്ലമേഷൻ. മെറ്റീരിയൽ ഇറഗുലാരിറ്റി മാത്രം പോരാ ഒരു സെയിൽ സെറ്റിസൈഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് അതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം കൂടെ വേണമല്ലോ, സബ്സ്റ്റാൻഷ്യൽ ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ ഈ മെറ്റീരിയൽ ഇറഗുലാരിറ്റി പലപ്പോഴും ഇവിടം തൊട്ട് തുടങ്ങാം, ഈ പ്രൊക്ലമേഷൻ തൊട്ട് തുടങ്ങാം. അപ്പോൾ തെറ്റായ രീതിയിൽ ഒരു പ്രോപ്പർട്ടി പ്രൊക്ലെയിം ചെയ്ത് സെയിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് അത് പ്രകാരം JDക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ definitely sale will go. You can file application to set aside the sale. അപ്പോൾ ഈ സെയിലിനകത്ത് നമ്മൾ ഈ പ്രധാനമായിട്ട് ഈ കണ്ടന്റ്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് പുറമെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ദ പ്രൊക്ലമേഷൻ ഷാൽ ഓൾസോ ഇൻക്ലൂഡ് ദ എസ്റ്റിമേറ്റ് ഓഫ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഇഫ് എനി ഗിവൺ ബൈ ദ ജഡ്ജ്മെന്റ് ഡെറ്റർ ഓർ ഡിഗ്രി ഹോൾഡർ. In many cases we can see that through counter the JD may suggest that the value of the property which is shown in the proclamation is very meager. The person value will be more than lakhs, and he suggests that the property which was put for sale or intended to put for sale valued more than crores. So the value which is shown in the proclamation is very less. So it has to be assessed in such a manner, either as per the fair value notification or the present market value of that property in that area is present value is this much or per hour value is this much. If such a suggestion is made by the JD in his counter to the proclamation, that amount must be shown in the proclamation. പലപ്പോഴും ചില കോടതികളിലൊക്കെ കൗണ്ടർ ഫയൽ ആയി കഴിയുമ്പോൾ അതിനുമുള്ള ഭയങ്കര ചർച്ചയുണ്ടാവും. ഇത് എത്രയാണ് while fixing the upset price. While fixing the upset price, court also will consider the contentions of the JD. So court can also mention, the proclamation can also contain the suggestion regarding the value of the property. അതും അതിനകത്തൊരു ഘടകമാണ്, അതും അതിൽ ചേർക്കണം. പിന്നെ ടാക്സ് അടച്ച കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ. ഇവിടെ പലപ്പോഴും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അതിനകത്ത് സബ് റൂൾ 4 ഓഫ് റൂൾസ് 66
അത് വളരെ പ്രാധാന്യമുള്ള ഭാഗമാണ്. For the purpose of ascertaining the matters to be specified in the proclamation, the court may summon any person whom it thinks necessary to summon and may examine him in respect to any such matters and require him to produce any document in his possession or power relating thereto. Suppose the property which was already attached in the suit itself. Nobody come before the court with any claim petition. Judgment debtor is also filed no counter in that attachment application. You know very well that this property is not belong to the JD. Defender property alla, some other property is attached. So he is also keeping mum without saying anything, without filing any counter, and he said that attachment, let it be there. And the property belongs to a third party. Such property is going to be sold. കോടതി കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കണം. കോടതിക്ക് അപ്പോൾ ആവശ്യപ്പെടാനാണ്. See, you produce the incumbent certificate. അതൊക്കെ court can ask to revenue records, call for the revenue records to ascertain that the properties which is going to be sold is belong to the JD. അത് അറിയണമല്ലോ കോടതിക്ക്. അപ്പൊ പലപ്പോഴും ചില കോടതികൾ കൃത്യമായിട്ട് അത് ചോദിക്കാറുണ്ട്, ടൈറ്റിൽ ഡീഡൂടെ പ്രൊഡ്യൂസ് ചെയ്യണം. ടൈറ്റിൽ ഡീഡ് അല്ല, ഐ മീൻ ദ ഈവൻ എ രജിസ്ട്രേഷൻ കോപ്പി ഓഫ് ദ ടൈറ്റിൽ ഡീഡ് ഷോയിങ് ദ ടൈറ്റിൽ ഓഫ് ദ JD ഓവർ ദ പ്രോപ്പർട്ടി. അപ്പം വിൽക്കാൻ വേണ്ടി പോകുന്ന പ്രോപ്പർട്ടി JDയുടെ ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കോടതിക്ക് ഈ സ്റ്റേജിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പലപ്പോഴും കോടതി ഇത് ബ്ലൈൻഡ് ആയിട്ട് ഇതൊന്നും നോക്കാതെ തന്നെ സെയിൽ നടത്താം. കാരണം ആവശ്യമുള്ളവർ വരട്ടെ. There are enough opportunity and ample provisions are there in the statute to make a claim over the property which is attached or if it is sold even after that also. So കോടതി അത്ര സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. പക്ഷെ റൂൾ 66 പലപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ, റൂൾ 66 ദ നോട്ടീസ് ഇസ് മാൻഡേറ്ററി ആണ്. Notice to the JD is mandatory. I think the word used is shall. And if any notice is served under section 50, under rule 54, such a notice is not necessary, but otherwise notice is mandatory. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. പലപ്പോഴും ചില കോടതികളിൽ ഇപ്പം വക്കീൽ നോട്ടീസ് കൊടുത്താൽ മതി. നോട്ടീസ് അവർക്ക് പിന്നെ പാർട്ടിക്ക് കൊടുക്കാറില്ല, JD കൊടുക്കാറില്ല. നമുക്കറിയാം റൂൾ 34 ഞാനത് വിട്ടുപോയ ഒരു സ്കിപ്പ് ചെയ്ത സംഭവമാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. റൂൾ 34 ഓർഡർ 21 പറയുന്നുണ്ട് നമുക്ക് സ്പെസിഫിക് പെർഫോമൻസിന്റെ ഭാഗമായിട്ട് വെൻ യു ആർ പ്രൊഡ്യൂസിങ് എ ഡ്രാഫ്റ്റ് സെയിൽ ഡീഡ് നോട്ടീസ് മാൻഡേറ്ററി ആണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് മാൻഡേറ്ററി ആക്കുന്നത് വെച്ചാൽ ആ റൂളൊന്ന് കുറിച്ച് കാര്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി അത് ഡിഗ്രിയിൽ പറഞ്ഞ പ്രോപ്പർട്ടി തന്നെയാണോ, അതിന് എന്തെങ്കിലും എക്സ്റ്റന്റ് സംബന്ധിച്ച് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ഒബ്ജക്ഷൻ പറയേണ്ട ആരാണ്? JD ആണ്. അപ്പൊ JDക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടീസ് പോകാറുണ്ട്. കോടതിയിൽ നമ്മൾ നോട്ടീസ് കൊടുത്താൽ പോരാ, ആ നോട്ടീസ് കൊടുക്കുന്ന സംബന്ധിച്ചുള്ള ചില ഒബ്ജക്ഷൻ, ചില ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവാം പല ആളുകൾക്കും. എനിവേ സം കോർട്ട് ആർ ഇൻസിസ്റ്റിംഗ് ഫോർ ദ ഇഷ്യൂവൻസ് ഓഫ് നോട്ടീസ്, സെപ്പറേറ്റ് നോട്ടീസ്. കൗൺസിലിൽ ഏജന്റ് നോട്ടീസ് കൊടുക്കുന്നില്ല, ഏജന്റ് നോട്ടീസ് കൊടുത്താൽ പോരെ എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമീഷ് വക്കീലുള്ളവർ ചോദിക്കാം. പക്ഷേ സ്റ്റിൽ section says that, the rule says that notice is mandatory. അപ്പോൾ പ്രൊക്ലമേഷൻ പ്രകാരമുള്ള നോട്ടീസും കൊടുത്തു കഴിഞ്ഞ് പ്രൊക്ലമേഷൻ നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഇൻവൈറ്റിംഗ് ബിഡേഴ്സ്. ഡേറ്റ് ഈസ് ഫിക്സ്ഡ് ഫോർ ദ സെയിൽ ഓഫ് ദ പ്രോപ്പർട്ടി either in court or at a different place as mentioned in the proclamation. അവിടെ വെച്ചിട്ട് സെയിൽ നടക്കുന്നു. പലപ്പോഴും കോടതിയുടെ പിന്നെ ആമീന്റെ ഓഫീസിലൊക്കെ ആയിരിക്കും, ഓഫീസിന്റെ പരിസരത്തൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ ലേലം നടക്കുക. അങ്ങനെ ലേലം നടക്കുമ്പോൾ
ഓപ്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങളാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് ഈ പ്രൊക്ലമേഷൻ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ 67 പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പോകുന്നില്ല. സെയിലിലേക്കാണ് വരുന്നത്. അപ്പോൾ സെയിലിന്റെ വരുന്ന അവസരത്തിൽ അപ്സെറ്റ് പ്രൈസും റിസർവ് പ്രൈസും ഫിക്സ് ചെയ്യുക എന്നുള്ള ഒരു നടപടിക്രമമുണ്ട്. ഈ അപ്സെറ്റ് പ്രൈസ് എന്താണെന്നും റിസർവ് പ്രൈസ് എന്താണെന്നും രണ്ടും ഒരു പിന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ രണ്ടും ഒരേപോലുള്ള വാക്കുകളാണെങ്കിൽ കൂടിയും ഭയങ്കര വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ളതാണ്. അനോലോഗസും ഹോമോലോഗസ് ആണെന്നുണ്ടെങ്കിൽ അത് സിനോണിംസ് അല്ല എന്നുള്ളതൊക്കെ ഒരുപാട് റൂളിങ്ങിൽ പറയുന്നില്ല. അപ്പോൾ അപ്സെറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് കോടതി പലപ്പോഴും ഏത് വിലയിൽ നിന്നാണോ ലേലം തുടങ്ങുന്നത്, ഏത് തുകയിൽ നിന്നാണോ ലേലം തുടങ്ങുന്നുള്ളത് ആണ് അതിനാണ് അപ്സെറ്റ് പ്രൈസ് പറയുക. അതുപോലെ റിസർവ് പ്രൈസ് പറയുമ്പോൾ ഇൻ സം കേസസ് നമുക്കറിയാം, the decree holder can also participate in the auction with the leave of the court. An separate application has to be filed by the decree holder to participate in the auction. ചില കേസിനകത്തൊക്കെ ഒരുപാട് പ്രാവശ്യം ഓപ്ഷൻ വെച്ചിട്ടും ഓപ്ഷൻ ആരും വിളിച്ചെടുക്കാൻ ഉണ്ടാവുക വരുന്ന സമയത്ത് ബാങ്കോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനമോ അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡർ തന്നെ വിളിച്ചെടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ he has to file a separate application under rule 72. Decree holder not to bid or buy property without permission. No holder of the decree in execution of which the property is sold shall, without the express permission of the court, bid for or purchase the property. So when the decree holder is permitted to participate in the auction, there the importance of reserved price arises. So reserve price means a decree holder can participate in the auction. That time court is fixing a price. You shall not bid in this auction lesser than an amount fixed by this court as this much. If കണക്ഷൻ കട്ടായി, എനിക്ക് കോള് വന്നോണ്ടാണ് തോന്നുന്നത്. ശാലിനി അമ്മ വിളിച്ചിരുന്നു. ശരിയായിരുന്നല്ല, ഒരു കോള് വന്ന അമ്മ വിളിച്ച് ഫോണിലേക്ക് അറിയാം. അപ്പോ പിന്നെ അപ്സെറ്റ് പ്രൈസ് പറയുമ്പോൾ റിസർവ് പ്രൈസ് പറയുമ്പോൾ only when that amount is fixed when the decree holder is permitted to participate in the auction. That amount is called the reserve price. Upset price is the price fixed by the court. In both cases, nobody can place a bid less than that amount. കോടതി ഫിക്സ് ചെയ്യുന്നത് ഇതിന് ബിഡ് ചെയ്യേണ്ട തുക ഇതിന് മുകളിലേക്കാണ്. നോർമലി ഈ അപ്സെറ്റ് പ്രൈസ് വരുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് ഡിഗ്രി പ്രകാരം നമുക്ക് ആ ഡേറ്റ് വരെ കിട്ടണ്ട, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ വരെ കിട്ടേണ്ട ഒരു തുകയാണ് ഫിക്സ് ചെയ്യുക. എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോ ചില മോർഗേജിന്റെ കേസിനകത്തൊക്കെ കോടതി എന്ത് ചെയ്യും, ഒരു ഹയർ എമൗണ്ട് ഫിക്സ് ചെയ്യാറുണ്ട്. കാരണം ലാർജർ എക്സ്റ്റെന്റ് അവിടെ വിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും കോടതി അങ്ങനെ വലിയൊരു എമൗണ്ട് ഫിക്സ് ചെയ്യാറുണ്ട്. പക്ഷെ നോർമലി കോടതി എപ്പോഴും ആ ഡിഗ്രി എമൗണ്ട് തന്നെയാണ്, ഡിഗ്രി എമൗണ്ടിന്റെ അതിന്റെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആയിട്ടുള്ള ആ ഒരു എമൗണ്ടിലേക്ക് ആണ് ഫിക്സ് ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സെയിൽ നടത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓൺലി സഫീഷ്യന്റ് പാർട്ട് ഓഫ് ദ attached property alone to be put for sale. Attached to the entire property need not be sold. If an excessive sale is made, that is also a ground of irregularity. If based on that irregularity substantial loss is sustained to the defendant or the judgment debtor, that sale can be set aside. അപ്പോൾ റിക്വയർമെന്റ് അനുസരിച്ച് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നോർമലി നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ.
But in the case of mortgage or any charge, the entire property can be full. That's a ruling under. That I think to 2006 KLT 882. If the decree is a mortgage decree, property cannot be sold in lots unless the decree specifically provides for the same. അതാണ് ആ റൂളിംഗ് പറഞ്ഞത് 2006 4 KLT 882. പലപ്പോഴും ബാങ്കിന്റെ കേസിനകത്തൊക്കെ നമ്മൾ 4 ഏക്കർ പ്രോപ്പർട്ടി ഉണ്ടാവും, റിക്കവർ ചെയ്യേണ്ട എമൗണ്ട് 2 ലക്ഷം ഉണ്ടാവുള്ളൂ. 1 ഏക്കർ പ്രോപ്പർട്ടിക്ക് തന്നെ 50 ലക്ഷം വില ഉണ്ടാവും, അല്ലെങ്കിൽ പോട്ടെ 20 ലക്ഷം ഉണ്ടാവും, അല്ലെങ്കിൽ 5 ലക്ഷം ഉണ്ടാവാം. 4 ഏക്കർ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞാൽ 4 ഏക്കർ തന്നെ ഒരുമിച്ച് വിൽക്കണം, കാരണം ദാറ്റ്സ് ഓൾസോ അനദർ പ്രഷറൈസിംഗ് ടാക്ടിക്സ് ആണ്. അപ്പോൾ കോടതി പറയും, see, why should you sell the entire property? Only a small portion is sufficient. The basic principle is that only the sufficient part alone is put for sale. Then why you are insisting for that? നമുക്ക് പറയാമോ ബാങ്കിന്റെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ അഭിഭാഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. See, unless and until there is a specific stipulation, the decree that the mortgage properties to be sold in lots, അങ്ങനെ ഒരു കർഷകമായിട്ട് വിൽക്കാൻ വേണ്ടിട്ട് ഡിഗ്രി ഇല്ലെങ്കിൽ the entire property has to be put for sale. citation ഒന്നുകൂടി പറഞ്ഞു സന്തോഷേ. 2006 4 KLT 882. ഇത് വളരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെക്കൻഡ് സാറിന്റെ റൂളിംഗ് ആണ്. ഞാൻ പയ്യന്നൂർ സബ് കോടതിയിൽ അതിന്റെ 4 കോപ്പി ഉണ്ട്. കാരണം ഓരോ ജഡ്ജും മാറി മാറി വരുന്ന അവസരങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഓരോ കോപ്പി കൊടുത്തു. എല്ലാവരും പറയുന്ന ബേസിക് റൂളിലേക്കാണ് പറയാം. അവർ പറയും വിൽക്കാനേ പാടില്ല, കാരണം 4 ഏക്കർ പ്രോപ്പർട്ടി ഇല്ലേ, then why you are insisting for the sale of the entire property? See, when in such cases, when we are permitting the court or when admitting the contention that only 1 acre is sufficient, അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്താ കാര്യം വെച്ചാൽ, see, we have to give a separate schedule, we have to produce a separate proclamation. Yes. See, we have to assess the value of that lot. അതൊക്കെ വരുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ഐഡന്റിഫൈ ചെയ്ത് കമ്മീഷൻ അയച്ചിട്ടുണ്ടോ? The property which is going to be sold in auction has to be identified first, because unless and until there is attachments. ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ അതിൽ ഫെയർ വാല്യൂ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല? ഫെയർ വാല്യൂ അതില് ഫെയർ വാല്യൂന്റെ പ്രശ്നം വരുന്നില്ല. നമ്മൾ കോടതിക്ക് നോക്കേണ്ടത് വെച്ചാൽ, കോടതിക്ക് ഈ മോർഗേജ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ entire property can be put for sale. Fair value consider ചെയ്യാം. So for fixing, ഇവിടെയാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം നേരത്തെ പറഞ്ഞ fixing the upset price, what has to consider the fair value. അപ്പൊ ഈ 4 ഏക്കർ പ്രോപ്പർട്ടിക്ക് കോടതി ഫെയർ വാല്യൂ നിശ്ചയിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള 1 lakh ആണെങ്കിൽ ചിലപ്പോൾ ഫെയർ വാല്യൂ can be fixed as 30 lakh. ഇത് കാരണം ഇത് മൊത്തം പ്രോപ്പർട്ടിയാണ് വിറ്റ് പോകുന്നത്. The entire property is going to be sold. സോ ഡിഫൻഡിന് അതിന്റെ ബാക്കി പൈസ കിട്ടണമല്ലോ. ബാങ്കിന് റിയലൈസ് ചെയ്യേണ്ട 1 ലക്ഷം രൂപയ്ക്ക് നാളെ ആരെങ്കിലും 1,05,000 എന്ന് വിളിച്ചിട്ട് 4 ഏക്കർ കൊണ്ട് പോകാൻ പാടില്ല. ദ കൺസെൻസസ് കോടതിയുടെ ഒരു ഇത് അവിടെ ഇടപെടൽ വരുന്നത് അവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് കോടതി അപ്പോൾ ഫെയർ അപ്സെറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോർട്ട് ഈസ് ആസ്കിംഗ് ദ ഡിഗ്രി ഹോൾഡർ ടു പ്രൊഡ്യൂസ് ദ ഫെയർ വാല്യൂ ഡീറ്റെയിൽസ്, ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പോ 2006 4 KLT 882, ഐ തിങ്ക് അത് ശങ്കരൻ സാറിന്റെ തന്നെ റൂളിംഗ് ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ റിസർവ് പ്രൈസും അപ്സെറ്റ് പ്രൈസും എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. Then the same, നേരത്തെ പറഞ്ഞ ഡിഗ്രി ഹോൾഡറുടെ കേസിനകത്തും ഈ മോർഗേജ് ആയിട്ടുള്ളവരും ബിഡ് ചെയ്യണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. 72A അത് പറയുന്നുണ്ട്. കോടതി ആളുകൾക്ക് വിളിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സെയിൽ മസ്റ്റ് ബി ഒരു പബ്ലിക് ഓപ്ഷൻ ആയിരിക്കണം. ഓക്കെ, എനിവേ, ദെൻ 82 തൊട്ടാണ് ഇമൂവബിൾ പ്രോപ്പർട്ടിക്കായിട്ട് സ്പെസിഫൈഡ് ആയിട്ട് സെയിലിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നത്. സോ സെയിൽ കഴിഞ്ഞു, സെയിൽ നടന്നു. എ തേർഡ് പാർട്ടി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓപ്ഷൻ, ഹി ബിഡ്സ് ആൻഡ് ഒരു ഹയസ്റ്റ് എമൗണ്ട് സ്പോട്ടഡ് ആൻഡ് ഈ റെമിറ്റഡ് അതിന്റെ 25% അറ്റ് ദ ടൈം ഓഫ്, അതൊക്കെ എന്റെ റൂൾസിൽ പറയുന്നുണ്ട്. അതിന്റെ സെയിലിന്റെ ദിവസം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇനിയിപ്പോ ഈ സെയില് ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട്സ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ മോഡ്സ് ബൈ വിച്ച് ദ JD ക്യാൻ സെറ്റ് അസൈഡ് ദ സെയിൽ. സി, അതിൽ ഒന്നും പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. സി, ഇൻ സം കേസസ് defendant may or the JD may take a contention that
See, the property is already under attachment for a very long period. If I am permitted to sell the property, I can raise some amount and pay the entire decree debt. So if the court permit me to sell the property outside, I can pay the amounts. In such a sale, I can search for prospective buyers and a good market price will fetch. എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ വരുമ്പോൾ പലരും ലോവർ കോടതിയിൽ എടുക്കുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റാച്ച്മെന്റ് ആയതുകൊണ്ട് അതുകൊണ്ട് ഇത് വിൽക്കാൻ പാടില്ല എന്ന് പറയും. സി ദർ ഓൾസോ പ്രൊവിഷൻ അങ്ങനെയുള്ള സമയത്ത് ഡിഗ്രി ഹോൾഡർക്ക് റിസോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സി ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് അണ്ടർ അറ്റാച്ച്മെന്റ്, ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് ഓൾറെഡി മോർഗേജ് ടു ദ ബാങ്ക്, then also keeping the mortgage, keeping the attachments, court can permit the judgment debtor to sell the property. One undertaking must be made before the courts, and the procedure കൂടെ ഒന്ന് പറഞ്ഞു പോവാം. 83 റൂൾ 83 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു റെസ്പോണ്ടന്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Where an order for sale of immovable property has made, if the judgment debtor can satisfy the court that there is reason to believe that the amount of the decree may be raised by the mortgagee, raised by the mortgage or lease or private sale of such property or some part thereof or any other immovable property of the judgment debtor, the court may, on his application, postpone the sale of the property comprised in the order for sale on such times. So in that case 83 the first part sub rule പറഞ്ഞിരിക്കുന്നത് either by sale of the mortgage property or some other property. He's saying that, see, keep the sale for some time in abeyance so that I can sell some other property belong to me and raise the amount and I will pay the amount. Some time may be granted. That's one contention. In the second contention, he is raising that the property which was under attachments, if you permit me to sell the property, I can raise huge amount or more amounts. Again, very more sub rule 2. In such a case, the court shall grant a certificate to the judgment debtor, authorizing him within a period to be mentioned therein, and notwithstanding anything contained in the section 64, to make the proposed mortgage or lease or sale. Suppose if the കോടതിയിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ്, അറ്റാച്ച്മെന്റ് ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് അറ്റാച്ച്മെന്റ് ഈസിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബാങ്ക് ചിലപ്പോൾ ലോൺ എടുക്കൂല. ഇതാ കോടതി അറ്റാച്ച്മെന്റ് ഉണ്ട്, വക്കീല് ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ ചാർജ് തരാൻ അതുകൊണ്ട് പറ്റത്തില്ല. ബട്ട് വെൻ യു ആർ പ്രൊഡ്യൂസിങ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോർട്ട്, ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് പെർമിഷൻ തന്നിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് കൊണ്ടുപോയി മോർഗേജ് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ലീസ് ചെയ്യാം, ഇത് നിങ്ങൾക്ക് വിൽക്കാം എന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഫണ്ട് റൈസ് ചെയ്യാം. അറ്റാച്ച്മെന്റ്, കോടതിയുടെ അറ്റാച്ച്മെന്റ് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കോടതിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് യു ക്യാൻ അപ്രോച്ച് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റൈസിംഗ് ഫണ്ട് ആൻഡ് പേ ദ എമൗണ്ട്. Provide that all monies payable under such a mortgage, lease or sale shall be paid not to the judgment debtor or debtor, but save in so far as a degree holder is entitled to set off such money. Okay, in such cases, the bank cannot pay the entire amount to the loanee. JD കൊടുക്കുകയല്ലേ ചെയ്യുക. That's an understanding between the bank, the court, the JD and the degree holder. So അവർ അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണത്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം വാങ്ങിക്കഴിഞ്ഞിട്ട് അയാൾക്ക് അവിടെ കൊണ്ട് ലോൺ വെക്കുകയും ചെയ്തു. ഇവിടെ 50,000 രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. ആ ബാധ്യത റിയലൈസ് കൃത്യമായിട്ട് ബാങ്ക് കോടതിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഡിഗ്രി ഹോൾഡർക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുകയും ചെയ്യുന്നു. ആ പ്രോപ്പർട്ടി ഫ്രീ ആയി കിട്ടുകയും ചെയ്യുന്നു. This is a mode which can be resolved by the JD. In ഒരു സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ അറൈസ് ചെയ്താൽ അങ്ങനെ JDക്ക് ആ രീതിയിലും ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അത് 83 പ്രകാരം. ഇനി സെയിൽ സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട്സ് 89 പ്രകാരം. 89 when the JD is paying the entire amount plus 5% of the profits, ഈ തേർഡ് പാർട്ടിയുടെ പർച്ചേസ് ചെയ്ത ആളുടെ അയാൾക്ക് ഒരു 5% അതിന്റെ പ്രോഫിറ്റും കൂടെ കോടതി ഡെപ്പോസിറ്റ് ചെയ്താൽ that sale can be set aside. Where the immovable property has been sold in execution of decree, any person claiming an interest in the property sold at the time of the sale or at the time of making the application or acting for or in the interest of such a person may apply to have the sale set aside on his depositing in courts for payment of the purchaser, payment to the purchaser a sum
equal to 5% of the purchase money. അതുപോലെ തന്നെ for payments to the decree holder, the amount specified in the proclamation. അങ്ങനെയുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ even that this provision can be come for the help of a third party also. Any person who is interested in that immovable property എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് അടച്ചിട്ട് അതിന്റെ പ്രോപ്പർ വഴിക്ക് ആ സെയിൽ സെറ്റിസൈഡ് ചെയ്യാം. സി സെക്കൻഡ് അടുത്ത പ്രൊവിഷൻ ആണ് കുറച്ചുകൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. 90. In application to set aside sale on the ground of irregularity or fraud. So here ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊക്ലമേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ തുടങ്ങുന്ന ഇറഗുലാരിറ്റീസ്. ആ ഇറഗുലാരിറ്റീസ് തുടർന്ന് പല പല ഇറഗുലാരിറ്റീസ് പല പല സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് അവസാനം സെയിൽസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നോളം വരെയുള്ള കാര്യങ്ങൾ അതിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇറഗുലാരിറ്റീസ് ഇപ്പോൾ ഈ സെയിൽ നടക്കുമ്പോൾ പ്രൊക്ലമേഷനിൽ വന്നിരിക്കുന്ന ഇറഗുലാരിറ്റീസ്, where any immovable property has been sold in execution of decree, the decree holder or the purchaser or any other person entitled to share in a rateable distribution of assets or whose interests are affected by the sale may apply to the courts to set aside the sale on the ground of material irregularity or fraud in publishing or conducting it. See, നോക്കൂ, അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇറഗുലാരിറ്റി വന്നിരിക്കുന്നത്? പ്രൊക്ലമേഷൻ ഇറഗുലാരിറ്റി ആവാം, the mode of conducting the sale ആവാം, any other fraud that fraud may in publishing the proclamation, ഇതിലൊക്കെ ആവാം. ആമീനെ കൂട്ടിയിട്ട് പോവാണ്, ആ സ്ഥലത്തും വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ഒന്നും നമ്മൾ പതിക്കുന്നില്ല. വളരെ വളരെ നിഗൂഢമായിട്ട് അതിന്റെ പ്രൊക്ലമേഷൻ കൊണ്ടു നടന്നിട്ട് ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയെ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് കൃത്യമായിട്ട് ഈ അബ്സർഡ് പ്രൈസിന്റെ മുകളിൽ 200 രൂപ കയറ്റി വിളിപ്പിച്ച് സംഭവം തട്ടിക്കൊണ്ട് പോവാന്ന് കരുതുക. അങ്ങനെ വരുമ്പോഴും സെയില് ഇറഗുലാരിറ്റി ആണ്. അത് വെദർ ദാറ്റ് വിൽ വിഷിയേറ്റ് ദ സെയിൽ ഓർ നോട്ട്, നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടോടെ വായിക്കണം. കണ്ടക്ടിങ് ദ സെയിൽ, അതിനകത്തും ഇറഗുലാരിറ്റീസ് വരാം. ഒരു കോടതിയിൽ ഈ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കൃത്യമായിട്ട് ഒരു സമയം നിശ്ചയിച്ച സമയത്ത് സെയിൽ നടത്തിയിട്ടുണ്ടാവില്ല. അതെല്ലാം വളരെ ഗോപ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന പ്ലേസ് പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ് അവിടെ വെച്ച് നടത്താതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറഗുലാരിറ്റി വരാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇറഗുലാരിറ്റി വന്നു എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് മാത്രം യു വിൽ നോട്ട് സക്സീഡ് ടു സെറ്റ് അസൈഡ് എ സെയിൽ. Second part, no sale shall be set aside on the ground of irregularity or fraud in publishing or conducting it unless upon the facts proved the court is satisfied that the applicant has sustained substantial injury by reason of such irregularity. So by reason of such fraud, by reason of such irregularity, you are sustained ഇഞ്ചുറി. ഇത് പലപ്പോഴും നമ്മൾ എഴുതുന്ന പെറ്റിഷനകത്ത്, നമ്മളെ കൊടുക്കുന്ന ഹർജിക്കകത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്കുണ്ടായിരിക്കും നഷ്ടം ഇന്ന രീതിയിൽ ഉണ്ടാവുന്നു, അത് ദുഃഖകരമാണ് എന്നുള്ള കാര്യങ്ങൾ ചിലപ്പം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആസ്പെക്ട് ഒക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇഞ്ചുറി സംഭവിച്ചിട്ടില്ല എന്നുള്ള കോടതി കാരണത്താൽ ഇറഗുലാരിറ്റി പലപ്പോഴും ഉണ്ടെങ്കിൽ കൂടിയും സെയിൽ സെറ്റ് അസൈഡ് ചെയ്യില്ല. Then coming to the Sub-rule 3, no application to set aside the sale under this rule shall be entertained upon any grounds which the applicant could have taken on or before the date on which the proclamation of sale was drawn up. Suppose you can raise the contentions, you can point out that such and such irregularity was there in the proclamation. You are served. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് പലപ്പോഴും നമ്മൾ നോട്ടീസ് സെർവ് ചെയ്യാതെ, റൂൾ 66 നോട്ടീസ് കൊടുക്കാതെ, റൂൾ 54 നോട്ടീസ് കൊടുക്കാതെ, റൂൾ 54 നോട്ടീസ് കൊടുക്കാതെ നമ്മൾ സെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് proclamation, I have not received any notice in the proclamation. If such a notice was received, I might have taken such a contention earlier. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ കൃത്യമായ പ്രൊസീജിയർ കംപ്ലൈ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു സെയിൽ നടന്നാൽ nobody can set aside the sale. So you have supplied with a sufficient copy of the proclamation, you have received notice in the proclamation, still you are keeping mum. Then after conducting the sale, you are raising the contention that the property described in the proclamation is not proper.
You are saying that the survey number which was mentioned in the property is not correct. The description, the name of the property which was mentioned in the proclamation is not correct. Whether such a condition can be raised at a later stage. Here the provision says that cannot be. Because there also a res judicata application. Ruling. Anyway, the provision says that no application to set aside the sale under this rule shall be entertained upon any grounds which the applicant could have taken on or before the date on which the proclamation of sale was drawn up. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റാത്ത കൺവെൻഷൻസ് ഒന്നും പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ബാറാണ് അവിടെ. You can overcome that. I'll come to the citation. The mere absence of or defects in attachment of the property sold shall not by itself be a ground for setting aside the sale under this rule. ഞാൻ നേരത്തെ പറഞ്ഞ 51 പ്രകാരം പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അറ്റാച്ച് ചെയ്യാതെയാണ് സെയിൽ നടത്തിയിരിക്കുന്നത്. അത് മോർഗേജ് പിന്നെ ഇല്ലാത്തതും ചാർജ് ഇല്ലാത്തതുമായ ഒരു സംഭവമാണ്. ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ മിയർ ആബ്സെൻസ് ഓഫ് ദ ഡിഫക്ട്സ് ഇൻ അറ്റാച്ച്മെന്റ്സ്, മിയർ ഇൻ ആബ്സെൻസ് ഓഫ് ഓർ ഡിഫക്ട് ഇൻ ദ അറ്റാച്ച്മെന്റ്, രണ്ടിലും ആ സെയിൽ സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 90-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വൈഡായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കോഷ്യസ് ആയിരിക്കുകയും വേണം. നമ്മളുടെ കൗണ്ടറിനകത്ത് നമ്മൾ ആ കാര്യങ്ങൾ കൃത്യമായി കാണിച്ചിരിക്കണം. ഇനി ഇവിടെ എവിടെയും പ്രൊവിഷനകത്ത് വളരെ ശ്രദ്ധിച്ചാൽ കാണും ഇറഗുലാരിറ്റി പറയുന്നുണ്ട്. ഇറഗുലാരിറ്റി ഏതൊക്കെ ഇറഗുലാരിറ്റി പ്രകാരമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 90 പ്രകാരം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ഏതൊക്കെ ഇറഗുലാരിറ്റിക്കാണ് മറ്റ് ആപ്ലിക്കേഷൻസ് ഫയലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ. അതിൽ സൈറ്റേഷൻ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ്. AGM കൺസ്ട്രക്ഷൻ വേഴ്സസ് ശിവകുമാർ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റേഷൻ ആണ്. അത് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് ഈ ഇറഗുലാരിറ്റീസിനിടയിലൂടെ. വിച്ച് ഇറഗുലാരിറ്റീസ് ആർ പ്രീ സെയിൽ ഇറഗുലാരിറ്റീസ്, വിച്ച് ഇറഗുലാരിറ്റീസ് ആർ പോസ്റ്റ് സെയിൽ ഇറഗുലാരിറ്റീസ്. So post-sale irregularities and pre-sale irregularities are to be dealt under two different provisions. That is why that demarcating line is drawn. That demarcating line is drawn through that citation. AGM concession versus Shibukumar. That citation ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ്. എങ്കിൽ ഒന്നുകൂടെ തരാം. 2010 4 KLT 189. അത് എനിക്ക് തോന്നുന്നു ജുഡീഷ്യൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വായിച്ചിരിക്കേണ്ട സിറ്റുവേഷൻ തന്നെയാണ്. അതിന് തുടർച്ചയായിട്ട് ഒരുപാട് മുമ്പ് റൂളിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2010-ലുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രീ സെയിൽ ഇറഗുലാരിറ്റീസ്. സെയിൽ നടക്കുന്നതിന് മുമ്പുള്ള ഇറഗുലാരിറ്റീസ്, സെയിൽ നടന്നതിന് ശേഷമുള്ള ഇറഗുലാരിറ്റീസ്. സെയിൽ നടക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളും പ്രീ സെയിൽ ഇറഗുലാരിറ്റീസ് വരുന്നുണ്ട്. ഒന്ന്, സെയിൽ ബൈ കോർട്ട് ഹാവിംഗ് നോ ജൂറിസ്ഡിക്ഷൻ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളതൊക്കെ വരുന്നുണ്ട്. അതായത് ദ പ്രോപ്പർട്ടി നമ്മൾ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്നൊക്കെ തന്നെ സി ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട്സ്. പിന്നെ സപ്പോസ് ദ ഡിഗ്രി ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ സം അതർ കോർട്ട്സ്. അതൊന്നും നോക്കാതെ തന്നെ കോടതി സെയിൽ നടത്തുകയാണ്. സോ സെയിൽ ബൈ കോർട്ട് ഹാവിംഗ് നോ ജൂറിസ്ഡിക്ഷൻ, അതും സെയിൽ ആഫ്റ്റർ സെയിലാണ്. പക്ഷേ ദാറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് as pre-sale irregularities. Sale after realizing full decretal amount. In some cases, some amount has been paid. ഇതിങ്ങനെ കുറച്ച് അടയ്ക്കുന്നുണ്ടാവും. സെയിൽ നടപടിക്രമങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. ഇയാൾ അടയ്ക്കുന്നൊന്നും കോടതിയിൽ വരവെക്കുന്നുണ്ട്. അതൊന്നും ഡിഗ്രി ഹോൾഡറും പിന്നെ ജഡ്ജ്മെന്റ് ആൻഡ് ഡെറ്ററും ഒന്നും കാര്യമാക്കുന്നില്ല. 5000 അല്ല 10000 അടയ്ക്കുന്ന പോകുന്നു. പക്ഷെ സെയിൽ നടപടിക്രമം കോടതിയിൽ പോകുന്നു. അവസാനം സെയിൽ നടക്കുമ്പോൾ ഒരു എമൗണ്ടും അയാൾ കൊടുക്കാൻ ബാധ്യതയില്ല. അയാൾ എമൗണ്ട് അടച്ചിരിക്കുന്നതിനെ കൂടുതലാണ്. ബട്ട് സെയിൽ ഈസ് ഓൾറെഡി ഓവർ. പ്രീ സെയിൽ ഇറഗുലാരിറ്റീസ് വരുന്നതാണ്. സെയിൽ വിത്തൗട്ട് നോട്ടീസ്, പ്രൊക്ലമേഷനേ ഇല്ല, നോട്ടീസ് കൊടുത്തിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതും പ്രീ സെയിൽ ഇറഗുലാരിറ്റീസ് വരുന്നതാണ്. ഇനി എ പ്രോപ്പർട്ടി വിച്ച് ഇസ് നോട്ട് കവേർഡ് ബൈ ദ ഡിഗ്രി. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓർഡർ 7 റൂൾ 3 CRP 18 ഓർഡർ 20 റൂൾ 9 ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്തെല്ലാം കൃത്യമായി പറയുന്നുണ്ട് ഈ ഷെഡ്യൂൾ. ഇപ്പൊ ഡിഗ്രിയുടെ കൂട്ടത്തിൽ അതിനകത്തുള്ള അതിന്റെ ഷെഡ്യൂൾ അറ്റാച്ച് ചെയ്തിരിക്കണം.
ആ ഷെഡ്യൂൾ വളരെ കൃത്യമായിട്ട് പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യത്തക്ക രീതിയിൽ അതിന്റെ ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം, സർവേ നമ്പർ ഉണ്ടായിരിക്കണം, പേരുണ്ടായിരിക്കണം ഒക്കെ പറയുന്ന കാര്യമില്ലേ. ഇതൊക്കെ പിന്നീട് നമ്മൾ ഈ പറയുന്ന നമ്മളെല്ലാം പണിയെടുത്ത് വന്നതിന് ശേഷം അവസാനം കൊണ്ടുപോയി നമ്മൾ പിന്നെ നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ വരും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഷെഡ്യൂൾ ഓരോ പ്രാവശ്യവും നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത്. അതിനകത്ത് ചിലപ്പം താലൂക്ക് മാറിപ്പോയിട്ടുണ്ടാവാം, ജില്ല മാറിപ്പോയിട്ടുണ്ടാവാം, കമ്പ്യൂട്ടറിന് കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ സംബന്ധിച്ച പല കാര്യങ്ങളും സംഭവിക്കാം. അവസാനം ഡിഗ്രിയിൽ ഇല്ലാത്ത പ്രോപ്പർട്ടി ആയിരിക്കാം, പർപ്പസ്ഫുള്ളി ചിലപ്പോൾ അതർ പ്രോപ്പർട്ടീസ് ഷോൺ ഇൻ ദ എക്സിക്യൂഷൻ പെറ്റീഷൻ ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് ഓൾസോ ഗുഡ് ഫോർ സെയിൽ. ഇതിങ്ങനെ കോടതി നടക്കുന്നുണ്ടെങ്കിലും എതിർകക്ഷി ചിലപ്പം കോടതിയിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്ന ആളും കൂടെ ആയിരിക്കും. നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. അവസാനം വിറ്റ പ്രോപ്പർട്ടി എന്താ പറയാ നോട്ട് കവേർഡ് ബൈ ദ ഡിഗ്രി. അങ്ങനെയാണ് എങ്കിൽ ദാറ്റ്സ് ഓൾസോ എ പ്രീ സെയിൽ ഇറഗുലാരിറ്റി. ദെൻ പ്രൊക്ലമേഷനെ ഡ്രാഫ്റ്റ് ചെയ്തില്ല ബൈ മിസ്റ്റേക്ക്. കാരണം ഒരു ബാങ്കിന്റെ ഒക്കെ ഇ പി എന്ന് പറഞ്ഞാൽ ചിലപ്പം വർഷങ്ങളോളം എടുക്കും. 2005 ഡെന്നിയൊക്കെ അറിയാം, 2005 ഉള്ള ഇ പി ആയിരിക്കും. ഇപ്പൊ 2020 ആയി. 2020 ഇ പി പെൻഡിങ് ആണ്. പക്ഷെ അപ്പോ അതിന്റെ ഡിഗ്രിയുടെ പീരീഡ് തന്നെ നമ്മൾ പറയാം 12 വർഷത്തിൽ എക്സിക്യൂട്ട് ചെയ്യണം. 12 വർഷം എപ്പോഴെങ്കിലും ഇ പി ക്ലോസ് ചെയ്ത് പോയാൽ പിന്നെ ഇ പി കൊടുക്കാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട്. ബാങ്ക് ഇ പിസ് ഒക്കെ ഒരുപാട് നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട്. കാരണം പണം കിട്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒരുപാട് നമ്മൾ ഇങ്ങനെ ബെത്ത അടച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്ലോസ് ചെയ്ത് പോകാറുണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞെന്ന് വെച്ചാല് ഈ നടപടിക്രമങ്ങളൊക്കെ ചെയ്തു വരുന്ന അവസരത്തില് ഈ പ്രൊക്ലമേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെ കോടതി വിട്ടുപോയി. സെയിൽ നടത്തി, പ്രൊക്ലമേഷൻ ഇല്ലാതെ തന്നെ സെയിൽ വന്നു. അങ്ങനെ അതും പ്രീ സെയിൽ ഇറഗുലാരിറ്റീസ് പെടുന്നതാണ്. അപ്പോ ആ റൂളിംഗ് ഒന്ന് മനസ്സിരുത്തി വായിക്കുക. ദെൻ 90 കഴിഞ്ഞു. Then purchaser, application by the purchaser to set aside sale on the ground of judgments having no saleable interest. Suppose the purchaser later found that the JD is not having any saleable interest in the property. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണുന്നതും അയാൾ ഇതിനെ കുറിച്ചൊക്കെയുള്ള പരിശോധനകളൊക്കെ ഈ പ്രൊക്ലമേഷൻ പറഞ്ഞ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ. Later it's found that the property which was purchased by him, or which the defendant or the JD is not having any saleable interest, can also file an application to set aside the sale. Then 92 prakaram, when the sale become absolute or to be set aside, അത് 92 പറയുന്നതാണ്. Where no application is made under Rule 89, Rule 90 or 91. Yes. Where no application is made under 89, Rule 90 or 91. ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രകാരമുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും വന്നില്ല. ഇനി അതല്ല, വന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ കോടതി ഡിസൈഡ് ചെയ്തു, ഡിസലോ ചെയ്തു. അങ്ങനെയൊന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യും? കൺഫേം ദ സെയിൽ. കൺഫർമേഷൻ ഓഫ് സെയിൽ. There the word uses the sale shall become absolute. When the sale shall become a confirmation അവിടെ നിൽക്കട്ടെ, കാരണം അതൊരു ചെറിയൊരു ആവശ്യമുണ്ട് നമുക്ക് പിന്നീട്. So the sale court declared that the sale become absolute. So the time prescribed for making the sale absolute is 60 days. Whatever the applications you want to file under section 89, 90 and even 91 also can be filed within the 60 days. So all the application under Rule 89, 90 and 91 should be filed within 60 days from the date of sale. Thereafter, if the applications are disallowed and whether or no applications were preferred, in such circumstances, court will declare that the sale become absolute. So, meanwhile, you say that some claim petitions are pending before the courts. Some claim petitions are pending before the court. That applications are to be, that applications are also to be disposed. Then only we can say that the sale, court can declare that the sale is become absolute. But when the sale become when the court will confirm the sale, that's a different aspect. The limitation act prakaram
one second, Limitation Act and something. Limitation. Oh, okay, back later. Okay, I'll come to that. So see, no application under 89, 90 or 91, the sale is become absolute. And if any claim is preferred by any third party, so that will become, the sale is confirmed after disposal of all such applications. All such applications. So if the sale is set aside under 89, 90 or 91, automatically the purchaser who participate in the auction will get back the money. That's 93 exercise. Then 94, when the sale is confirmed, or the sale become absolute, the court shall grant a certificate specifying the property sold and the name of the person who at the time of sale is declared to be the purchaser. So 94 pragaram, a certificate is issued by the court saying that the purchaser is the title holder of the property which is put for sale. 94. That a sale of immovable property has become absolute, the court shall grant a certificate specifying the property sold and the name of the person who at the time of sale is declared to be the purchaser. Such a certificate shall bear the date and day on which the sale became absolute. See, about our sales certificate issue, sales certificate സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ CRP കൂടെ വായിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ രജിസ്ട്രേഷൻ ആക്ട് ഒക്കെ ഞാൻ അതിലേക്ക് എല്ലാം പോകുന്നില്ല. സെയിൽസ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട ഡോക്യുമെന്റ് തന്നെയാണ്. അതിനകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി ഈക്വലൻ ടു ദാറ്റ് ഓഫ് കൺവെയൻസ് ആണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാം. നമ്മൾ പലപ്പോഴും അതൊന്നും അത്ര ഗൗരവത്തിൽ എടുക്കാറില്ല. അപ്പോൾ ഏതായാലും പർച്ചേസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കാര്യങ്ങളെ കുറിച്ച് അയാൾ പർച്ചേസ് നോക്കട്ടെ. സോ സെയിൽ കൺഫേം ചെയ്ത് സെയിൽസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, as far as that purchaser is concerned, he is getting a title over the property, not from the date of obtaining that certificate, not from the date when the sale become absolute. It goes back to the date of sale. 60 ദിവസം മുമ്പ് നടന്ന അല്ലെങ്കിൽ 60-ലധികം ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഡേറ്റ് ഓഫ് സെയിൽ മുതൽ അയാൾക്ക് അതിന്റെ ടൈറ്റിൽ ഹോൾഡർ ആവുന്നു. The title holder, the purchaser is getting a title from the date of sale. In some cases, that is also important. That's why I'm saying that the purchaser is getting title over the property, not from the date of issuance of the certificate, but from the date of sale. Even confirmation of sale, date of sale. Ini second thing, next provision ആണ് കുറച്ചുകൂടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ സെയിൽനെസ് 95. When the property which was sold in auction as a part of this execution, ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള, that is in occupation of the judgment debtor. If that property is in occupation of the judgment debtor, how he has to be evicted or how the possession can be obtained by the purchaser or the decree holder. Decree holder purchaser and decree holder. That's in 95. So 95 says that where the immovable property is sold in the sold is in the occupancy of the judgment debtor or some other person on his behalf, or some person claiming under a title created by the judgment debtor subsequently to the attachments of such a property, and a certificate in respect thereof has been granted under Rule 94. The court shall, on the application of the purchaser, order delivery. Here, sometimes the property is in the possession of a tenant under the JD,
or some fraudulent transfer was made by the JD during the pendency of the suits. In all such cases, it is it's a duty of the purchaser to get delivery, to get the possession of the property. Should apply before the courts. Idil chala controversies in 95 whether he can apply before the court for getting the delivery of the property after obtaining the sale certificates, or whether without having a sale certificate can he straight away file an application under 95. But എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ടുള്ളതും ഇത് സംബന്ധിച്ചുള്ളതുമായ റൂളിങ്ങുകളൊക്കെ പറയുന്നത് sale certificate is necessary. In some cases, there may be a delay because some claim petition are to be decided. Some claim petition is pending. Some court is not issuing a certificate under Rule 94. In such cases, the purchaser is also waiting for the issuance of the certificate, and he'll file application for getting delivery after the issuance of sale certificate. അങ്ങനെ കാലം കഴിഞ്ഞു പോയ കേസുകളൊക്കെ ഉണ്ട്. സോ സെയിൽ സർട്ടിഫിക്കറ്റ് എന്നുള്ള നടപടിക്രമം ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്, 95ന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. സോ വെൻ ദ സെയിൽ ബിക്കം അബ്സല്യൂട്ട് and he is paying the requisite stamp duty, etc., and paying all other formalities, he should issue a certificate. Court is bound to issue the certificate. So after getting the certificate, he is applying for getting the delivery under Section 95, under Rule 95. ഇനി അയാൾ ഡെലിവറി എടുക്കാം, 95 പ്രകാരം ഡെലിവറി എടുക്കാം. ഇനി ഇത് ഡെലിവറി ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ ഒക്യുപ്പൻസി ഓഫ് ടെനന്റ് ആണെങ്കിൽ ടെനന്റിനെ വെച്ചുകൊണ്ടും ഡെലിവറി എടുക്കാം. 96ൽ തന്നെ പറയുന്നുണ്ട്. അയാളെ ഒഴിപ്പിക്കണമെന്ന് പറയുന്നില്ല. സോ ഒരു what do you say, that symbolic delivery can also be made. Tenant ചിലപ്പം ബിൽഡിംഗ് occupied by ഒരു multi-story building and having several rooms which are in the possession of tenants ആണ്, അവരെ വെച്ചുകൊണ്ടൊക്കെ തന്നെ ഒഴിപ്പിച്ചെടുക്കാം. Second thing is that if resistance is made by some person, either by the JD or some third party, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ 95 പെറ്റീഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. Somebody is resisting or making some obstruction to possession of immovable property. When the holder of a decree for possession of immovable property, 97, holder of the property, where the holder of the decree for possession of immovable property or the purchaser of any such property sold in execution of decree is resisted or obstructed by any person in obtaining the possession of the property, he may make an application to the courts complying such resistance. So that application can also be preferred by the purchaser. 97 application. 98ലേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ CPC വായിച്ചു പോകും, നമ്മൾ CPCക്കകത്തുള്ള കേരള അമെൻമെന്റുകളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തകശം വക്കീല് തരുന്ന ഈ പറഞ്ഞ പിന്നെ സ്ക്രീൻ ഷെയറിംഗിൽ വരുന്ന CPC ഒന്ന് 98 എടുക്കൂ. 98 കുറച്ചുകൂടെ 98. Okay, 98ല് നോക്കൂ, upon the determination of questions referred to in Rule 101 എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആ ഇത് കാണുന്നത്. Actually, that portion is not applicable to courts in Kerala. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക്? upon the determination of questions referred to in Rule 101, the court shall, in accordance with such a determination and subject to the provisions of Sub-Rule 2, make an order allowing the application, directing that the applicant be put in possession of the property, dismissing the application. അവിടെ ഒബ്സഷൻ റിമൂവ് ചെയ്യുന്ന സംബന്ധിച്ചുള്ള ആ ആപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. പക്ഷെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേരളയിലെ 59 അമെൻമെന്റ് പ്രകാരമുള്ള ഒരു പോർഷനാണ്. അത് ഞാൻ വായിക്കാം, അതിനകത്തില്ല അത്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. Where the court is satisfied that the resistance or obstruction was occasioned without any just cause by the judgment debtor or by some other person at his instigation or on his behalf,
it shall direct that the applicant be put into possession of the property, and where the applicant is still resisted or obstructed in obtaining possession, the court may also, at the instance of the applicant, order the judgment debtor or any person acting at his instigation or in his behalf to be detained in civil prison for 30 days. So that portion, അത് നോക്കുക നിങ്ങൾ. നമ്മളുടെ പലപ്പോഴും എനിക്ക് തോന്നുന്നു അജിത്ത് ഓതറായിട്ടുള്ള ബുക്കിലൊക്കെ കൃത്യമായിട്ട് അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മറ്റു ബുക്കിനകത്ത് ചിലപ്പോൾ അതിന്റെ ഏതെങ്കിലും ഭാഗത്ത് അമെൻമെന്റ് ആയിട്ട് ചിലപ്പോൾ കിടക്കുന്നുണ്ടാവാം. സോ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ആള് ജഡ്ജ്മെന്റ് debtor is obstructing, or a third party is obstructing, or some other person as per the instigation of the judgment debtor is obstructing, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒബ്സെഷൻ വീണ്ടും തുറന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ, അയാളെ സിവിൽ ജയിലിൽ ഇടാൻ വേണ്ടിയുള്ള പ്രൊവിഷനാണ് നമുക്ക് കേരളത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 98 നമ്മൾ ആ ഫുള്ളായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 99 ഈ 99 നമ്മുടെ CPC സാധാരണയുള്ള CPC ഇല്ല, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും അതിനകത്ത് ഈ ക്ലെയിം പെറ്റീഷനുമായിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമാണ്. 99. Suppose if a claim obstruction is made by a party bona fide ആയിട്ടുള്ള ഒരു obstruction ആണ്, where the court is satisfied that the resistance or obstruction was occasioned by any person other than those mentioned in Rule 98. Rule 98 പറഞ്ഞു ഒഴികെ, claiming in good faith to be in possession of the property on his own account or on account of some other person other than the judgment debtor, the court shall make an order dismissing the application. Which application? 95 ഉള്ള application ആണ് പറഞ്ഞിരിക്കുന്നത്. 95 ആണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ 96 പ്രകാരം ഒബ്സെഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. 97 പ്രകാരം ഒബ്സെഷൻ വരുമ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ആക്കുന്ന അവസരത്തിൽ the person who is in actual possession of the property says that the property belongs to me. The JD is not having any saleable interest over the property. I purchased the property long back, even prior to the institution of the suit or the cause of action. അതിന് മുമ്പേ തന്നെ I purchased the property. So I am holding the property as a bona fide purchaser. My claim over this property is proper. In such cases, Rule 99, court has to dismiss the application for the possession. അപ്പോൾ അതിലും 99 പറഞ്ഞിരിക്കുന്ന നമ്മുടെ CPC പറഞ്ഞിരിക്കുന്ന 99 അല്ല. നമ്മുടെ CPC പറഞ്ഞിരിക്കുന്നത് where any person other than the judgment debtor is possessing immovable property by holder of the decree or possessor such a property, or such property has been sold in execution decree by the purchaser thereof, he may make an application to the court complaining of such dispossession. അതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, 99 എൻ്റെലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ് നമ്മുടെ കേരള അമെൻമെന്റ് ഉള്ളത്. അതൊന്ന് ശ്രദ്ധിക്കണം. ആ CPC അമെൻമെന്റ് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കേണ്ട സ്ഥലത്ത് കൂട്ടിച്ചേർത്തേ പറ്റുള്ളൂ. കാരണം അതൊരു വളരെ ഒരു എന്താ പറയാ വലിയൊരു ചേഞ്ച് അവിടെയുണ്ട്. അത് സബ്സിക്വന്റ് ആയിട്ട് 101 വരുമ്പോൾ നമ്മൾ അതിന്റെ ഉപയോഗം വരുമ്പോൾ നമ്മൾ മാറിപ്പോകും, നമ്മൾ പറയുന്നത് മാറിപ്പോകും. അപ്പോൾ 99ലും അതുപോലെ തന്നെ 98ലെയും കേരള അമെൻമെന്റ് വളരെ റിലവന്റ് ആണ്. അതിന് ഒരുപാട് മാറ്റങ്ങളുള്ളതുണ്ട്. ദെൻ 100-നകത്ത് അവിടെ നിൽക്കട്ടെ. 100 upon the determination of the question referred in Rule 101, the court shall. 101-ന് ഒരു മാറ്റമുണ്ട്. അതുകൊണ്ട് 101 വായിക്കുമ്പോഴും ഈ 100-ന് വലിയ പ്രാധാന്യം ഇല്ലാതെ പോകുന്നുണ്ട്. 101-ഉം അമെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് 101-ലേക്കും കൂടെ പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് പറയാം. അപ്പം 98, 99, 101 ഈ 3 കാര്യങ്ങളും കേരള അമെൻമെന്റ് പ്ലീസ് റെഫർ. Where the court is satisfied that the applicant was in possession of the property on his own account or on account of some other person other than the judgment debtor, it shall direct that the applicant be put into possession of the property There, see, 100 പറഞ്ഞിരിക്കുന്നതിൽ എന്താണ്? upon determination of questions rising referred in 101 നമ്മൾ വേറെ എടുത്തിട്ടുണ്ട്.
the court shall, in accordance with such a determination, make an order allowing the application and directing that the applicant be put into possession of the property or dismissing the application, or pass such order as the circumstances of the case, if may deem fit. So the claimant is, if a third party is possessing the property, aale disposes cheyidu. Original owner aayittulla orale disposes cheyidu. He can also approach the courts with a claim petition, saying that I am the real owner. My right is derived in such and such manner, that too prior to the institution of the suit, or prior to the course of action, even prior to the availing of loan by the JD from the bank. അപ്പോൾ അയാൾക്കാണ് പറയാം, അയാൾക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ ഓപ്ഷൻ വരുന്നത് can file an application. He can claimant to be restored to possession under 101. അതും നമ്മൾ കേരള അമെൻമെന്റ് ഡെഫിനറ്റ്ലി നോക്കിയിരിക്കണം. 101. അപ്പം 101-ലും 98-ലും 100-ലും ഒക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. 98-ല് എന്താണ് പറഞ്ഞത്? 98-ല് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒബ്സെഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റൂൾ 100-ല് തേർഡ് പാർട്ടി കമ്മിങ് വിത്ത് എ ക്ലെയിം പെറ്റിഷൻ 101 പ്രകാരമുള്ള ക്ലെയിം, ഇവയൊക്കെ തന്നെ 103-ൽ പറയുന്നുണ്ട്. ദീസ് ആർ ഓൾ ഡിക്രീസ്, deemed decrees. These are all deemed decrees. ഇനി 95-ലേക്ക് ഒന്നുകൂടെ മടങ്ങി പോവാം. 95 പ്രകാരം the purchaser is filing an application for possession of the property. The time limit prescribed is, as per the statute 134, Article 134 of Litigation Act, says that within 1 year, when the sale become absolute, Article 134. So within 1 year, the purchaser has to file an application, prefer an application for getting delivery of the property. Suppose he is not filing an application for delivery of the property within 1 year. What is the option available? അതാണ് ഇന്നലെ രാമേന്ദ്ര വക്കീൽ ഡിസ്കസ് ചെയ്ത റൂളിംഗ്. 2019 ഹരിപ്രസാദ് സാറിന്റെ റൂളിംഗ് ആണ്. Justice Bhanumati Hariprasad. This is Hariprasad. That is 2017 3 KLT 135. 2017 3 KLT 135. That says that the purchaser, if he failed to file an application under Rule 95 within 1 year, he can prefer a suit for declaring his title or any other relief consequential to that main prior injunction, etc. 2017 3 KLT 135 135. ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ നമ്മളൊരു ഓപ്പൺ ഫോറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാമെന്ന് എനിക്കറിയില്ല. ഇത് പെരുങ്കൂര്യമാണ് എന്ന് വരെ നമ്മൾ ഇതേപോലെ ഈ കഴിഞ്ഞ നമ്മുടെ ഓണക്കാലമല്ല, കൊറോണ കാലത്തെ ഡിസ്കഷനകത്ത് വന്നതാണ്. കാരണം അത് പറയാനുള്ള പ്രധാന കാരണം, ഞാൻ ഈ റൂളിംഗ് വെച്ച് നമ്മൾ ലിമിറ്റേഷന്റെ ക്ലാസ്സിൽ പറഞ്ഞ അവസരത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു ഇത് actually without seeing the decisions rendered by Honorable Supreme Court with respect to the same aspects is not considered by Justice Hariprasad
എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ചില പൊസിഷൻസ് ഒക്കെ മാറി വരുന്ന അവസരത്തിൽ നമ്മൾ പെരിങ്കൂരിയം ആവുകയോ അല്ലെങ്കിൽ ഹയർ കോടതിയുടെ റൂളിംഗിൽ റിലേ ചെയ്യാതെ ലോവർ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന വിധികൾ റിലേ ചെയ്യുകയോ ചെയ്താൽ അപകടത്തിൽ ചിന്തയാണ്. അഡ്വൈസ് പൊസിഷന്റെ കാര്യത്തൊക്കെ വരുന്നത് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, വരാൻ വേണ്ടി പോകുന്നത്. ഇതില് വളരെ രസകരമായ കാര്യം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഷോർട്ടായി പറയാം. The person who purchased the property failed to file an application under section 95 within 1 year. So he moved a suit before the court saying that his title has to be declared and also recovery of possession or also for an injunction. അത് വന്ന അവസരത്തിൽ സൂട്ട് ഡിക്രി ചെയ്തു. ഡിക്രി ചെയ്തതിനു ശേഷം ഐ തിങ്ക് ദ അപ്പലേറ്റ് കോർട്ട്, ഫസ്റ്റ് അപ്പലേറ്റ് കോർട്ട് ഡിസ്മിസ് ദ സൂട്ട്. ഫസ്റ്റ് അപ്പലേറ്റ് കോർട്ട് ഡിസ്മിസ് ചെയ്തു. Then come before the court. അത് ഹൈക്കോടതിയിലാണ് എത്തി. ഹൈക്കോടതി കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, സി 134 പ്രകാരം സൂട്ട് ബാറ ഒരു 95 പെറ്റീഷൻ നിൽക്കില്ല എങ്കിൽ ഒരു സൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചർച്ചയ്ക്ക് വന്നത്. ഈ ചർച്ചയ്ക്ക് വന്ന അവസരത്തിൽ കോടതി പരിശോധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായ റൂളിങ്ങുകളിൽ ഒരെണ്ണം 1973 2 SCC 467. അത് നോട്ട് ചെയ്യേണ്ട, ഞാൻ ഇന്നലെ പറഞ്ഞ ആ റൂളിംഗ് തന്നെയാണ്. 1973 സുപ്രീം കോർട്ട് AR 1973 സുപ്രീം കോർട്ട് 2423 സെയിം തന്നെയാണ് ഈ റൂളിംഗ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് all the questions relating to the discharge, satisfaction and yes, all questions arising between the parties to the suit in which a decree was passed or their representing relating to the execution, discharge and satisfaction of the decree shall be determined by the court executing the decree and not by separate suits. And not by separate suits. There is a clear bar. There is a clear bar for a separate suit out of section 47. So Supreme Court in 1973 itself says that the provision applicable for getting possession of a property by a purchaser in auction is under section 47. ഈ സെക്ഷൻ 47 1973 ആ റൂളിംഗ് പറയുന്ന കാലത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ 1-2 ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് സബ്സിക്വന്റ്ലി ഇൻകോർപ്പറേറ്റഡ്. അതിൽ ചില ക്ലാരിറ്റി വരുത്തുകയും ചെയ്തു. നമ്മൾ ആ ജഡ്ജ്മെന്റും കൂടെ വായിക്കുക, നിങ്ങൾ ഏതായാലും വായിച്ചു നോക്കേണ്ടതാണ്, വായിക്കുക. ആ കൂട്ടത്തിൽ ആ എക്സ്പ്ലനേഷൻ കൂടെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആവും. നോക്കിയാൽ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരും. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ the plaintiff whose suits have been dismissed and the defendant against whom the suit has been dismissed are the parties to suits. Second, for the purpose of this section, the purchaser of the property at a sale in execution of a decree shall be deemed to be a party to the suit in which the decree is passed. So a party who purchased or a party who participates in the auction and purchases the property is also a party to the suits. So all the questions arising between the parties in the variable, there other narrow reading varam, only the plaintiff and defendants and their representatives alone are the parties ennulla oru narrow reading varam ennulladondana in 1977 through amendment explanation 1 and 2 are incorporated, and explanation 2 clearly says that a person who was a purchaser of the property is also a party to the suits. So what is reasonable?
his remedy is available under section 47 to file an application for getting possession of the property. He cannot file a separate suit because separate suit is barred. ഞാൻ നേരത്തെ 58 വായിച്ച സമയത്ത് പറഞ്ഞു നോട്ട് ത്രൂ എ സെപ്പറേറ്റ് സൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 58-നകത്ത് പെറ്റീഷൻ പറയുന്നു 1ഉം 2ഉം പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡിസ്മിസ്ഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് സൂട്ടിലൂടെ പറ്റുള്ളൂ. Once your title is decided, your interest over the property is decided in the claim petition, you cannot file a separate suit. Res judicata application. The same here in 47. 47 says that separate suit is barred. So no separate suit can be filed by a purchaser. It's very clear. Section is clear. ഈ സെക്ഷൻ അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പുള്ള റൂളിംഗും കറക്റ്റ് ആണ്. പക്ഷെ എന്ത് പറ്റി നിർഭാഗ്യവശാൽ 2017 നമ്മൾ ഈ റൂളിംഗിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഇതിന്റെ ഗിസ്റ്റ് എല്ലാം വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോടതിക്ക് ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നു. ഇതിന് ശേഷം വന്നിരിക്കുന്ന 2 റൂളിങ്ങുകളിൽ ഒരു ഓബിറ്റ് ഡിക്റ്റേ ആയിട്ട് സൂട്ട് ഫയലിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ റൂളിംഗ് വരാൻ കാരണം. ഞാൻ ആ ഒരു ചെറിയ ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്യാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന 1973 AR പേജ് 2423 പറഞ്ഞിരിക്കുന്ന ആ റൂളിങ്ങിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. See, the argument, ഞാൻ ആ ഒരു relevant paragraph മാത്രം വായിക്കുകയാണ്. On perusal of explanation 2B, it will be clear that a question relating to delivery of possession of property, ഞാൻ വായിക്കുന്ന ഈ 2017 ഹരിപ്രസാദ് സാറിന്റെ റൂളിംഗ് ആണ് ഞാൻ വായിക്കുന്നത്. On perusal of explanation 2B, it will be clear that a question relating to delivery of possession of property involved in an auction sale shall be deemed to be a question relating to the execution, discharge or satisfaction of the decree. Provision in Order 21 Rule 95 CPC read conjointly with the Section 47 CPC will show that delivery of property in the occupancy of a judgment debtor should be taken in the execution proceeding itself. The principle in Section 12 of CPC is also clear that where the party is precluded by rules from instituting a further suit, adana section 12 പറഞ്ഞിരിക്കുന്നത്, a party is precluded by rules from instituting a further suit in respect of any particular cause of action, he shall not be entitled to institute a suit in respect of such a cause of action in any court to which the code applies. It is therefore contended by the learned counsel for the appellant that the suit filed by the plaintiff for declaration and consequential recovery of possession is not maintainable. അതാണ് ഈ കേസിൽ ഇതിനകത്തെ റെസ്പോണ്ടന്റിന്റെ വക്കീൽ ഉന്നയിച്ച ഒരു വാദം. Argument advanced by the learned counsel is really attractive. True. Section 12 and explanation 2B of section 47 read along with the Order 21 Rule 95 CPC. When clubbed with the legal principles in Article 134 Limitation Act, would clearly make out that a person who has not resorted to the procedure in Order 21 Rule 95 CPC may lose his right to recover the property after the time prescribed in Article 134 of Limitation Act. On a theoretical plane, I may agree with this line of thinking, but this court is powerless to accept the above argument. So, കോടതിയെ സംബന്ധിച്ചിടത്തോളം കൺവിൻസ്ഡ് ആയി. ഹരിപ്രസാദ് ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോർഷൻ കൺവിൻസ്ഡ് ആണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറയുന്നത് റൂളിംഗ് സുപ്രീം കോടതിയുടെ റൂളിംഗ് മറിച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തുന്നതാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം റിലേ ചെയ്തിരിക്കുന്ന 2 റൂളിംഗുകളും തെറ്റാണ്. അതിവിടെ കോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല അത് മുഴുവൻ വായിച്ചാൽ ആ കാര്യം മനസ്സിലാവും. വളരെ രസകരമായ 2 റൂളിംഗുകളാണ് പറയുന്നത്. അതിനകത്ത് റിലവന്റ് ആയിട്ടുള്ള ഈ 2 ലൈൻ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. പിന്നീട് നിങ്ങൾ വായിച്ചോളൂ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന്, ഈ പട്ടം ഖാദർ ഖാൻസ് കേസ് വെരി ഫേമസ് കേസാണ്. അത് സിവിൽ സൈഡ് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ വായിച്ചിരിക്കേണ്ട ഒരു കേസാണ്. പട്ടം ഖാദർ ഖാൻസ് കേസ് ദാറ്റ് ഈസ് റിപ്പോർട്ടഡ് ഇൻ 1996 5 SCC 48, 1996 5 SCC 48. ഇതില് വന്നിരിക്കുന്ന the question came before the Supreme Court is with respect to the confirmation of sale ആണ്.
whether the confirmation of sale is when the confirmation of sale എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ജഡ്ജ്മെന്റിൽ വന്നിരിക്കുന്നത് പട്ടം ഖാദർഖാൻ കേസിനകത്ത്. എപ്പോഴാണ് കൺഫർമേഷൻ ഓഫ് സെയിൽ ഉണ്ടാവുക എന്നുള്ളത്. As far as the Article 134 is concerned, a 95 application has to be preferred within 1 year from the date of confirmation of sale, or what we say that the sale become absolute. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒന്ന് മനസ്സിൽ ഈ മൂന്ന് ആക്ട് കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. 134 പ്രകാരം, ആർട്ടിക്കിൾ 134 പ്രകാരം ഒരാൾ 95 പെറ്റീഷൻ കൊടുക്കണേ 1 year ഉള്ളിൽ കൊടുക്കണം. ഈ 1 year എന്ന് പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ എപ്പോൾ മുതലാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഖാദർഖാന്റെ കേസിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് വേറെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അത് പറഞ്ഞിരിക്കുന്ന എപ്പോഴാണ്, ലിമിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ ഖാദർഖാന്റെ കേസിൽ വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും, സപ്പോസ് എ ക്ലെയിം പെറ്റീഷൻ ഈസ് പ്രിഫേർഡ് ബൈ എ തേർഡ് പാർട്ടി, or claim petition is filed under section 90 is dismissed and the sale was become absolute. As far as that court is concerned, the aggrieved party preferred a revision before the high court against that order, and that application is pending. Can you say that the sale is absolute? Petition 95 petition dismiss ചെയ്തതിന് മുകളിൽ അപ്പീൽ പെൻഡിംഗ് ആണ്, സുപ്രീം ഹൈക്കോടതി പെൻഡിംഗ് ആണ്. റിവിഷൻ പെൻഡിംഗ് ഉള്ള സമയത്ത് we cannot say that the sale is absolute. So sale is when the sale become absolute when all the questions relating to the sale, all the disputes surrounding the sale is finally decided. In such a case, we can say that the sale is confirmed. അപ്പൊ ആ സെയിൽ എപ്പോഴാണ് കൺഫേം ചെയ്യുന്ന ഒരൊറ്റ ഇഷ്യൂ ആണ് ഈ പട്ടം ഖാദർഖാന്റെ കേസിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കേസ് ഇത്ര മാത്രമാണ്. Period of 1 year limitation now prescribed in 134 limitation Act 1977. The institution of 3 year period prescribed or 188. License stated that the execution is quick as possible, providing utilization purchaser task delivery of property purchased within. See, അതിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഭാഗം മാത്രം വായിക്കുന്നുള്ളൂ. There can be a variety of factors conceivable by which a delay can be caused in issuing the sale certificate. The period of 1 year of limitation now prescribed under Article 134 Limitation Act 1973 in substitution of a 3 year period of prescribed under Article 180 of the Indian Limitation Act 1908 is reflective of the legislative policy of finalizing proceedings in execution as quickly as possible by providing a quick forum to auction purchaser to ask delivery of possession of the property purchased within that period from the date of sale. From the date of the sale become absolute rather than from the date of issuance of the sale certificate. അപ്പൊ സെയിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഡേറ്റ് മുതലല്ല, സെയിൽ അബ്സല്യൂട്ട് ആകുന്ന ഡേറ്റ് മുതൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ അദ്ദേഹം ഒന്ന് പറഞ്ഞു വെച്ചു, ലാസ്റ്റ് വേർഡ്, ഓൺ ഹിസ് ഫെയിലിയർ ടു അവെയിൽ സച്ച് എ ക്വിക്ക് റെമഡി. ദാറ്റ് മീൻസ് 134 പ്രകാരമുള്ള ക്വിക്ക് റെമഡി അയാൾ അവെയിൽ ചെയ്യുന്നില്ല. 134 പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടൈം ലിമിറ്റ് പ്രകാരമുള്ള 95 പെറ്റീഷൻ അയാൾ ഫയലാക്കുന്നില്ലെങ്കിൽ, ഓൺ ഹിസ് ഫെയിലിയർ ടു അവെയിൽ സച്ച് ക്വിക്ക് റെമഡി ദ ലോ റെലിഗേറ്റ്സ് ഹിം ടു റെമഡി ഓഫ് എ സൂട്ട് ഫോർ പൊസഷൻ ഇൻ എ റെഗുലർ വേ. ആ ഒരു വേർഡ് അവിടെ ആഡ് ചെയ്തു. ഇനി അയാൾ ആ 95 പെറ്റീഷൻ ഫയലാക്കുന്നില്ലെങ്കിൽ റെഗുലർ സൂട്ട് കൊടുക്കലാണല്ലോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓബിറ്റ് ഡിക്റ്റ മാത്രമാണ് ആ റൂളിങ്ങിനകത്തുള്ളത്. The same thing was repeated in Balakrishnan versus Maliandi Kona. That's 2006 1 KLT 926 സുപ്രീം കോടതി. അതും ഇവിടെ റെഫർ ചെയ്യുന്നുണ്ട് ഈ റൂളിങ്ങിന്, ഈ സൈറ്റേഷൻ അത് പറയുന്നത്. അതിനകത്തും ലാസ്റ്റ് വേർഡ് പറയുന്നുണ്ട് ഏതാണ്, ഓൺ ഹിസ് ഫെയിലിയർ ടു അവൈൽ സച്ച് ക്വിക്ക് റെമഡി ദ ലോ റെലിഗേറ്റ്സ് ഹിം ടു റെഡി ഫോർ എ റെഗുലർ സൂട്ട് ഫോർ പൊസഷൻ. ഇത് രണ്ടിലും ഒന്ന് പട്ടം ഖാദർഖാന്റെ സൂട്ടിനെ റിലേ ചെയ്തിട്ട് രണ്ടാമത്തെ റൂളിംഗ് കൂടെ കോട്ട് ചെയ്തിട്ടാണ് സാർ പറയുന്നത്, ലോ റെലിഗേറ്റ്സ് ഹിം ടു ദ റെമഡി ഓഫ് എ റെഗുലർ സൂട്ട്. റെഗുലർ സൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ എന്നുള്ള സജഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്. ഇൻ ആക്ച്വലി മാത്രമാണ് അതിന്റെ റേഷ്യോ ഡിസിഡന്റ്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഓക്കെ 5:15 നമുക്കൊരു ഡിസ്കഷൻ വേണ്ട. അത് ഇന്ന് തീർക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് കൂടെ ആവാൻ തോന്നുന്നു.
തീർന്നു. ഞാൻ ഈ സൈറ്റേഷൻ കൊണ്ട് തീർത്തു. സമയത്രേ ഈ സൈറ്റേഷൻ കൊണ്ട് തീർന്നു. ഞാൻ തുറന്നു വരുമായിരുന്നു. സോറി. അപ്പൊ ഈ സൈറ്റേഷൻ പ്രകാരം ഇത് എന്റെ വിനീതമായ സജഷൻ, ഇതൊരു പെരിങ്കൂരിയം എന്ന് പറയാൻ പറ്റില്ല. കാരണം ബിക്കോസ് അതർ റൂളിംഗ് വാസ് റെഫേർഡ്, ബട്ട് സ്റ്റിൽ അതൊരു ഓബിറ്റഡ് ഡിക്റ്റ് ആണ് ഇതിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ദ റെമഡി അവൈലബിൾ ടു ദ പർച്ചേസർ ഈസ് ഓൺലി ഈസ് അവൈലബിൾ അണ്ടർ സെക്ഷൻ 47 എലോൺ. പിന്നെ അത് നമുക്ക് സ്കോളേഴ്സിനൊക്കെ വിടാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ശങ്കർ സാർ പറഞ്ഞ പോലെ ടൈറ്റിൽ ഉണ്ട് അവിടെ. ഹീസ് ഹാവിങ് എ സെയിൽസ് സർട്ടിഫിക്കറ്റ്. സ്റ്റിൽ ആ ടൈറ്റിൽ ഉള്ള ആള് തന്നെ പിന്നെ അയാൾക്ക് ഒരു സൂട്ട് കൊടുക്കുന്നതിന് എന്തെങ്കിലും ബാറുണ്ടോ? അയാൾ 12 വർഷം വരെ കാത്തിരിക്കുന്നു, ഞാനൊരു സൂട്ട് കൊടുക്കുന്നു, ഐ ആം ഹാവിങ് ദ ടൈറ്റിൽ, എന്തുകൊണ്ട് അയാൾക്ക് സൂട്ട് കൊടുത്തുകൂടാ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ എന്തായാലും അതൊക്കെ നമുക്ക് ചർച്ചയ്ക്ക് വിടാം. പിന്നെ ജസ്റ്റിസ് ഭാനുമതി പറഞ്ഞ ഒരു റൂളിംഗ് ഉണ്ട്, അത് പിന്നെ ചർച്ചയ്ക്ക് വിടാം. ആ സൈറ്റേഷൻ മാത്രം ഒന്ന് നോട്ട് ചെയ്തോളൂ. അതാണ് റീസെന്റ് ആയിട്ട് അതിൽ വന്നിരിക്കുന്ന ഒരു സൈറ്റേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തിനകത്ത് ജസ്റ്റിസ് ഭാനുമതി ജസ്റ്റിസ് ആ സൈറ്റേഷൻ കൂടെ ഒന്ന് കുറിച്ചെടുത്തോളൂ. 2017 സുപ്രീം കോർട്ട് 498 AR 2017 സുപ്രീം കോർട്ട് 498. ഇതിൽ ഈ പട്ടം ഖാദറും ഖാന്റെ കേസിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ രണ്ടും എന്താ പറയണ്ടത്, ഡിവിഷൻ ബെഞ്ചുകൾ ആയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ജസ്റ്റിസ് ഭാനുമതി പട്ടം ഖാദർ ഖാന്റെ കേസിനകത്ത് പറഞ്ഞിരിക്കുന്ന അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിവേ നമുക്ക് നിർത്താം. ഏതായാലും കുറെ കാര്യങ്ങളോട് ഇത് സംബന്ധിച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്തു പോയ ഒരു ഡിഗ്രിയില് ഒരു സെയിൽ നടന്നാൽ വെദർ ദാറ്റ് വിൽ എഫക്ട് ദ പർച്ചേസേഴ്സ് ടൈറ്റിൽ എന്നുള്ള കാര്യം ഉണ്ട്. നമുക്ക് പിന്നെ എപ്പോഴും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തൽക്കാലം ഓർഡർ 21 കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. എന്നാലും ഏകദേശം അതിന്റെ 106 റൂൾ വരെയുള്ള കാര്യങ്ങളിനകത്ത് കുറച്ച് റിലവന്റ് ആയിട്ടുള്ള തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുപാട് വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം, അതല്ലെങ്കിൽ നമുക്ക് അത് കൂടുതൽ വിദഗ്ധ അഭിപ്രായത്തിന് വിടാം. വിനോദ് നോക്കൂ, ആരാ ഉള്ള ആൾക്കാർ പറയല്ലേ, ചോദിക്കട്ടെ. MC ഒക്കെ ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്. ഗിരീന്ദ്രൻ എല്ലാം ഉണ്ട്. മ്യൂട്ട് ചെയ്യാതെ 2006 1 KLT 900 ഒരു സൈറ്റേഷൻ പറഞ്ഞു, അത് ക്ലിയർ ആയില്ല. രണ്ട് റൂളിംഗ്സ് ആണല്ലോ, ഒന്ന് 19 ലാസ്റ്റിലോട്ട് കൺക്ലൂഷനിൽ വരും 1996 അല്ല അതല്ല, അതിന് മുന്നേ അതിന്റെ തൊട്ട് മുന്നേ 2006 1 KLT 900 അത് ക്ലിയർ ആയില്ല. 926. ഓക്കെ, താങ്ക് യു. 2006 അല്ലേ? ഓക്കെ, അത് ഞാൻ നോട്ടിൽ പറഞ്ഞു. KLT 926. Yes. ഗിരീന്ദ്ര ബാബു അല്ല, രാമേന്ദ്രൻ CK. ഒരു മണി ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്തു പോയ കേസിനകത്ത് ഒരു പ്രോപ്പർട്ടി വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ലോവർ കോടതിയിൽ മണി ഡിഗ്രി വന്നു, അയാൾ അതിന് അപ്പീലിൽ പോയി, സെക്കൻഡ് അപ്പീൽ പോയി, സുപ്രീം കോടതി ഹൈക്കോടതിയിൽ എത്തിയ സമയത്ത് ഹൈക്കോടതി സ്റ്റേ കൊടുത്തു, EP സ്റ്റേ കൊടുത്തു. പക്ഷേ ഒരു കണ്ടീഷൻ സ്റ്റേ ആണ്, പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ ഡെപ്പോസിറ്റ് ചെയ്യാത്തതുകൊണ്ട് സ്റ്റേ ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ഒരു പ്രോനോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റേ ഓപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ ഇല്ലാതെ പിന്നെ കൊണ്ട് EP-ക്കകത്ത് പ്രോപ്പർട്ടി വിറ്റുപോയി. പർച്ചേസർ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു, സെയിൽസ് സർട്ടിഫിക്കറ്റ് എടുത്തു, അയാൾ പൊസഷൻ എടുത്തു. അന്നേരമാണ് നമ്മുടെ ഹൈക്കോടതി വിധി പറയുന്നത് ആ പ്രോനോട്ട് ഈസ് എ ഫോർജ്ഡ് പ്രോനോട്ട്. സോ ഡിഗ്രി വാസ് സെറ്റ് അസൈഡ്. അങ്ങനെ ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്താൽ വെദർ ഇറ്റ് വിൽ എഫക്ട് ദ റൈറ്റ് ഓഫ് ദ പർച്ചേസർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനൊരു റൂളിംഗ് വായിച്ചോളൂ. അത് മാത്രം പറയുന്നു, അത് വായിച്ചാൽ അതിന് സഫീഷ്യന്റ് ആണ്. അപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ഡിഗ്രിയുടെ മുകളിൽ പ്രോപ്പർട്ടി വിൽപ്പന നടത്തി പോകുന്നു, ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്ത് പോകുന്നു. പക്ഷെ അതേ ഡിഗ്രി ഇല്ലാത്ത ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്ത് പോയതിനകത്ത് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് പോയ ഒരാളുടെ ഫെയ്റ്റ് എന്താണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി മാത്രം AR 1982
Supreme Court 989. AR 1982, Supreme Court 989. ഇത് നമ്മളൊക്കെ ആശ്ചര്യപ്പെടുന്ന വിധികളാണ്. ചില സമയത്ത് ചില വിധികളൊക്കെ ദാറ്റ് വിൽ ഓവർറൈഡ് അവർ കോമൺ സെൻസ്. ഇതങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷെ കോടതിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് അത് ആ വിധി വായിക്കാൻ വേണ്ടി പറയുന്നത്. ഇതെല്ലാം ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞ വിധികളൊക്കെ പറഞ്ഞോളൂ. ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നമ്പീഷൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ചോദിക്കുന്നത്. സ്വയം അൺമ്യൂട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അവിടെ നമ്പീഷൻ സാറിന് ഒന്നും കൂടി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ കഴിയും അവിടുന്ന്. ഒന്ന് അൺമ്യൂട്ട് ചെയ്താ സാറിന് കാണുന്നില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്താ. സന്തോഷ്, ഞാൻ വേണൂട്ടിലാണേ. ആദ്യ ഭാഗത്ത് റെഫർ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട കൂടുതൽ ഇൻഫർമേഷൻ. ഈ MACT അവാർഡിൽ ഇൻഷുറൻസ് കമ്പനികൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് അത് അപ് ടു ഡേറ്റ് കവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞല്ലോ. സന്തോഷ് പറഞ്ഞല്ലോ. അത് സന്തോഷ് പറഞ്ഞതിന്റെ രണ്ട് സ്റ്റെപ്പും കൂടി മുന്നിലാണ് ഞാനുള്ളത്. അതായത് ഇൻഷുറൻസ് കമ്പനീസ്, there may be many advocates in the panel now attending this class. പക്ഷെ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ I am also a panel advocate. ഞാനുണ്ട് 1-2 ഇൻഷുറൻസ് കമ്പനീന്റെ പാനൽ അഡ്വക്കേറ്റാ. ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ അവാർഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോ അവര് ഒരു ചെറിയ പൈസയെങ്കിലും അതിനകത്ത് ഡിഡക്ട് റെഡ്യൂസ് ചെയ്യാതെ അവർ ചെക്ക് എഴുതില്ല, കൊടുക്കൂല. 100% ഷുവറാ. പബ്ലിക് സെക്ടർ ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ. ഒരു എക്സെപ്ഷൻ ഞാൻ കണ്ടിട്ടുള്ളത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഞാൻ അതിന്റെ പാനലിലുണ്ട്. ചിലപ്പോ നമ്മളെ കെയർ ഓഫിലുള്ള ക്ലെയിമും വരുമല്ലോ. ചിലപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ ചെക്ക് ഡ്രോ ചെയ്യുന്ന ഡേറ്റിന്റെ എക്സാക്ട് എമൗണ്ട് ആയിരിക്കും. ബാക്കി എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെ കേസിലും 1000 മുതൽ 2000, 3000, 4000, 5000 രൂപ വരെ കുറഞ്ഞിട്ട് മാത്രമേ ഒരു ഡ്രോ ചെയ്യുള്ളൂ. ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ പെറ്റീഷൻസിന് വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ലെറ്റർ തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലെറ്റർ തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ കോടതിയിൽ കൊടുക്കേണ്ട പണി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമ്പനികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞാൻ EP ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെക്ക് വന്നു കഴിഞ്ഞാൽ വെദർ ഇറ്റ് കവേഴ്സ് ദി എൻറ്റയർ എമൗണ്ട് ഡ്യൂ ആസ് പെർ ദി അവാർഡ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കണം. ഇൻട്രസ്റ്റ് അപ് ടു ദി ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് നോട്ടീസ് ആണ് സാർ, അതാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് അപ് ടു ദി ഡേറ്റ് ഓഫ് ഡ്രോയൽ ഓഫ് ചെക്ക്. അതുണ്ടെങ്കിൽ പിന്നെയും കുറച്ചെങ്കിലും ഒരു സമാധാനം എന്നുള്ളതിലേക്ക് ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് നോട്ടീസ് ആണല്ലോ CPC പ്രകാരമുള്ള ഡേറ്റ് അസസ് ചെയ്യേണ്ടത്. അത് CPC പറയുന്ന ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഇതിൽ പോലും പറ്റിക്കും. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. റിയലൈസേഷൻ അല്ലേ EP എമൗണ്ട് നമ്മൾ EP കൊടുക്കുന്നെങ്കിൽ ടിൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുമല്ലോ പൈസ. അവര് നോട്ടീസ് തന്ന ഡേറ്റ് വെച്ചിട്ട് നമ്മള് ബാക്കി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആണെങ്കിൽ വെച്ചിട്ട് ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്ത് വാങ്ങിക്കണം, ഫൈറ്റ് ചെയ്ത് ഒന്നുമില്ല. റവന്യൂ റിക്കവറി പ്രൊസീഡിങ്സ് നമ്മൾ 174 കൊടുക്കുക. എളുപ്പമല്ലേ, വലിയ പണിയൊന്നുമില്ല. പറയാ ആരും ഒരു 90% വക്കീൽമാർ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ബിലീഫ്. അതൊരു സത്യമാണ്. അപ്പൊ അത് ഇനിയെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് ഇതുപോലെ ഒരു ഡിസ്കഷനിൽ ഈ ഒരു ഇഷ്യൂ നമ്മൾ റേസ് ചെയ്തതാ. ഇതേ ഇഷ്യൂ അല്ലേ, ഏതോ ഒരു കാര്യത്തിൽ ഒരിക്കൽ ഈ ഇഷ്യൂ റേസ് ചെയ്തതാ നമ്മള് കുറച്ച് മുന്നേ. അപ്പൊ എല്ലാരും ഒന്ന് വിജിലന്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് MACT അവാർഡ് വലിയ എമൗണ്ട് കവർ ചെയ്യുന്നതല്ലേ. അപ്പൊ വലിയ എമൗണ്ട് കവർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞിട്ട് ചെക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനടി EP ഫയൽ ആക്കുക.
EP ഫയലാക്കിയിട്ട് ടിൽ റിയലൈസേഷൻ എന്ന നിലക്കുള്ള കാര്യങ്ങൾ നമ്മള് പിന്നെ കോടതിയോട് ആവശ്യപ്പെടുക. ഇത് എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് കുറച്ചും കൂടി നല്ലത്. ഒരു ഹിഡൻ മോട്ടോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഹിഡൻ മോട്ടോ ആണ് അവര് ഇൻഷുറൻസ് കമ്പനിക്കാരുടെ. അല്ല, ഒരു കൊല്ലം ഒരു 1000 കേസിൽ ചെക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2000 വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയും പൈസ, വലിയ പൈസ ഇല്ലേ? വലിയ തുകയില്ലേ? 2000 ഒന്നും അല്ല, 40,000 30,000 ഞാൻ വലിയ എമൗണ്ട് ഉണ്ട്. കൂടുതൽ ഡെഫിസിറ്റ് വന്നിട്ടുള്ള കേസ് എനിക്ക് 23/3 ആണ് ഡേറ്റ് ഓഫ് അത് നോട്ടീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചെക്ക് ഇപ്പൊ നോട്ടീസ് വന്നത് 2000 ഈ മാസം 8ാം മാസം. ഞാൻ എന്നിട്ട് ഇതുപോലെ ഞാനത് ഒരു EP കൊടുത്തിട്ടുണ്ട്. 40,000 രൂപയുടെ അത് വക്കീൽമാർ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അത് അങ്ങനെ വിടാൻ പാടില്ല. കാരണം EP ഫയലാക്കിയാൽ ഉടനടി പൈസ കിട്ടും, കൃത്യമായി പൈസ കിട്ടും. പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ട് EP ഫയലാക്കിയിട്ട്. 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് പൈസ കിട്ടുന്ന EP ഫയലാക്കിയപ്പോ കൃത്യമായ പൈസ വേണു വക്കീൽ പറഞ്ഞ വളരെ കറക്റ്റാ. എനിക്കും ആ സംശയം നേരത്തെ ഉണ്ടായിരുന്നു. വേണു വക്കീൽ ഇപ്പൊ പറഞ്ഞത് കറക്റ്റാണ്. സാർ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ വക്കീലും കൂടിയല്ലേ? അതുകൊണ്ട് കമ്പനികൾ ചെയ്യുന്ന എന്ത് തോന്നിയ അവസ്ഥ നമുക്ക് കൂട്ടുവെക്കാൻ പറ്റുമോ? അല്ല, പക്ഷെ നിങ്ങളെല്ലാം അവരെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരണം. കമ്പനി പറയണം. ഞങ്ങൾക്ക് എത്രയോ കൃത്യമായ തുക വേണം. പക്ഷെ ഞങ്ങളത് റേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, വക്കീൽമാർ ഞങ്ങളത് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന കമ്പനിക്കാരനത് ഇഷ്ടപ്പെടില്ല. അത് എങ്ങൾക്ക് പിന്നെ ഫയലും കിട്ടൂല. അതന്നെ അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് അതേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിന് വൈ ഷുഡ് ബി നമ്മൾ റിസൾട്ട് വിൽ ബി അതർവൈസ്. അദാലത്തിൽ സെറ്റിൽ ചെയ്യുന്ന കേസിനകത്ത് ആ അദാലത്തിന്റെ അന്നത്തെ ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് അല്ലേ? അദാലത്തിൽ സെറ്റിൽ ചെയ്യുന്ന കേസിനകത്ത് സന്തോഷമൊക്കെ ഈ നമ്മുടെ സെയിലിൽ ആബ്സല്യൂട്ട് സെയിൽസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി. പിന്നീട് നമ്മൾ ഈ അതിന്റെ ഡെലിവറി എടുക്കണം എന്നുള്ളത് പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഞങ്ങൾ പയ്യന്നൂർ കോടതിയിലുണ്ട്. സൂട്ട് ഫയലാക്കിയെന്ന് പറഞ്ഞു. ആ കേസുകളൊക്കെ തന്നെ ഡെലിവറി ഈ 1 ഇയറിൽ എടുക്കൽ വിട്ടുപോയി. 1 ഇയർ എടുക്കാൻ വേണ്ടി വിട്ടുപോയി കഴിഞ്ഞാൽ 47 പ്രകാരം ആണെങ്കിൽ 3 ഇയർ ടൈം. ഞാനെന്താ അറിയുന്നത്, നമ്മൾ എത്രയോ ഫാമിലി കോർട്ടില് പല മാറ്റേഴ്സിലും ഇപ്പൊ ഞങ്ങൾ ജപ്തി ചെയ്ത് ഫൈനൽ ഓർഡർ എല്ലാം സെയിൽസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. ഫർദർ ആക്ഷൻ ഒന്നിലും ഉണ്ടാവില്ല ഒരു ഒട്ടുമിക്ക കേസിലും. പക്ഷെ ഈവൻ വില്ലേജ് ഓഫീസറും ശ്രദ്ധിക്കില്ല, റവന്യൂ ഡിപ്പാർട്ട്മെന്റും ശ്രദ്ധിക്കാറില്ല. ടാക്സ് മുറിച്ചു കൊടുക്കും, പ്രോബ്ലം ഉണ്ടാവും. ഹലോ കൺഫർമേഷൻ വന്നതിന് ശേഷം വരുന്ന സമയത്ത് തന്നെ ഇപ്പോ ക്ലെയിം പെറ്റീഷൻ വന്നു കഴിഞ്ഞാല് ക്ലെയിം പെറ്റീഷന്റെ മേലെ അപ്പീൽ ഫയലാക്കും. അപ്പൊ ക്ലെയിം പെറ്റീഷൻ തന്നെ നീണ്ടു പോകും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലെയിം പെറ്റീഷൻ തന്നെ അറിയാതെ നീണ്ടു പോകും. അപ്പൊ അതിനിടയിൽ ആരും ശ്രദ്ധിക്കൂല, പിന്നെ ഡെലിവറി എടുക്കേണ്ട കാര്യം ശ്രദ്ധിക്കൂല. അപ്പൊ ഓട്ടോമാറ്റിക്കലി 2-3 years അങ്ങ് കഴിഞ്ഞു പോയതിനു ശേഷമാണ് ഡെലിവറി എടുത്തിട്ടല്ലോ എന്ന് കരുതുക. അന്നേരം പോയിട്ട് EP ഫയലാക്കുമ്പം EP നമ്പർ ചെയ്യില്ല. EP നമ്പർ ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം ആസ് പെർ ദി 1 year ആയി എന്നുള്ള ഒരു ലൈനിലാണ് പോവാ. സെക്ഷൻ 47 പോയാലും ഇപ്പൊ സന്തോഷ് പറഞ്ഞാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അക്കാര്യത്തിന്. സെക്ഷൻ 47 നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോയി തരുക. ഇപ്പോഴത്തെ പ്രിസൈഡിംഗ് ഓഫീസർ ഒരാൾ 47 ആക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ കഴിഞ്ഞില്ലേ? അപ്പൊ ബെറ്റർ കോഴ്സ് എന്ന് പറയുന്നത് ഈ സൂട്ടിനെ 47 ആപ്ലിക്കേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും 47 ആപ്ലിക്കേഷൻ സൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് 142 പ്രകാരം ആർട്ടിക്കിൾ 142 പ്രകാരം സുപ്രീം കോടതി ഒരു റൂളിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കീഴ്ക്കോടതി ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ 1973 സുപ്രീം കോടതിന് ശേഷമുള്ള സുപ്രീം കോടതി ഡിസിഷൻ 2017 കേട്ടിക്കകത്ത് റെഫർ ചെയ്തിട്ടുണ്ട്. ഇതേ മാറ്റർ ഇതേ ഡിസ്കഷൻ സംബന്ധിച്ച് ആ റെഫർ ചെയ്തിരിക്കുന്നത് 2 റൂളിംഗ് ആണ്. 3 പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒന്ന് പട്ടം ഖാദർ ഖാന്റെ കേസിനെ റിപ്പീറ്റ് ചെയ്താണ് പറയുന്നത്.
ആ കേസിനകത്തൊന്നും ഈ ഇഷ്യൂ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിൽ ലാസ്റ്റ് ഇവർ പറയുന്ന ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ റിലിഗേറ്റ് ഫോർ ദ ഫയലിംഗ് ഓഫ് എ റെഗുലർ സൂട്ട് എന്ന് പറയുന്നത് അതൊരു ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതല്ല അതിനകത്ത് റേഷ്യോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ വിയോജിക്കാൻ കാര്യം അതാണ്. അപ്പൊ അതുപോലെ ജസ്റ്റിസ് ഭാനുമതിയാണ് പറഞ്ഞിരിക്കുന്നത് സെയിൽ ബിക്കം അബ്സല്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കൺഫർമേഷൻ ഓഫ് സെയിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പ്രശ്നങ്ങളും ഫൈനാലിറ്റി ഉണ്ടായെങ്കിൽ മാത്രമേ സെയിലിന് കൺഫർമേഷൻ വന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഡേറ്റ് മുതലാണ് ഈ പറഞ്ഞിരിക്കുന്ന 1 ഇയർ അല്ല ഇത് പ്രകാരമായാലും 3 കൊല്ലല്ലേ കിട്ടൂ. 3 കൊല്ലം രാമേന്ദ്ര വക്കീൽ പറഞ്ഞ വ്യൂ ഉണ്ടല്ലോ, അത് ഒരിക്കൽ കറക്റ്റ് ആണ്. കാരണം നിങ്ങൾക്കൊരു ടൈറ്റിൽ ഉണ്ട്, യു ആർ ഹാവിംഗ് എ ടൈറ്റിൽ, ഒരു സെയിൽസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. സ്വാഭാവികമായിട്ടും 12 വർഷം വരെ നിങ്ങൾക്ക് അനങ്ങാതിരിക്കാം. നിങ്ങൾക്ക് 12 വർഷം വരെ നിങ്ങൾ പോകാലോ. 12 വർഷം വരെ അറിയാതെ ചിലപ്പോ ഈ പല IAS പല CMAs ഒക്കെ വന്നിട്ട് കുടുങ്ങിക്കിടന്നിട്ടാണ് ചിലപ്പോ ഇത് ഫയൽ ചെയ്യാൻ വിട്ടുപോവാ. അങ്ങനെയുള്ള കേസിൽ ഈ പറഞ്ഞ 3 ഇയർ കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. 2017 കേസ് പ്രകാരമാണ് ബെറ്റർ. അത് ഷൂട്ട് മാത്രമേ ഉള്ളൂ. 17 പ്രകാരം നമുക്ക് ഇനിയിപ്പം മറിച്ചൊരു പൊസിഷൻ വന്നാലും പേടിക്കേണ്ടതൊന്നുമില്ല. ഇനി അന്നേരം പറയല്ലോ നമ്മൾ ഈ റെമഡി റിസോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വിത്തിൻ 3 ഇയേഴ്സ് ആണെങ്കിൽ എന്റെ 47 ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതിയല്ലോ. അതിന്റെ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോ ഇപ്പൊ ടു മേക്ക് എ പേഴ്സൺ ലീഗൽ പൊസിഷൻ എന്ന് പറയുന്ന സംഗതിക്ക് ഡെലിവറി അല്ലാണ്ട് വേറെന്താ? വാട്ട് ഈസ് അദർ ഓൾട്ടർനേറ്റീവ് ടു മേക്ക് എ മാൻ ലീഗൽ പൊസിഷൻ ഈസ് ഹാവിംഗ് ഓൺലി ടൈറ്റിൽ. അതെ, ടൈറ്റിൽ. അപ്പൊ നമുക്ക് ലീഗലി നമുക്ക് ഡെലിവറി മാത്രമല്ലേ അതിന് ഓപ്ഷൻ ഉള്ളൂ. അത് CK പറയുന്നത് അത് CK പറയുന്നത് 12 ഇയേഴ്സിന്റെ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ ഒരു വ്യക്തിനെ ലീഗലി പൊസഷൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സ്. സോ അതിനെ ഒരു സൂട്ട് എങ്ങനെയാണ് പിന്നെ ഗുണകരമാകുക എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അയാൾക്ക് ടൈറ്റിൽ ഉണ്ട്. അയാളുടെ ടൈറ്റിൽ ഈ 91 പ്രകാരമുള്ള പൊസഷൻ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡിക്ലെയർ ചെയ്ത് കിട്ടുവാണ് പറയുന്നത് വേണ്ടത്. കാരണം ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയൊരു കെട്ടാണ്. ഇഷ്യൂ അത്രയാണ്. പാർട്ടീഷൻ സൂട്ടിൽ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഡെലിവറി എടുത്തില്ല. EP കൊടുത്തിട്ടില്ല. പക്ഷെ അത് ഈ ഒരു ആബ്സല്യൂട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കൺഫേം ചെയ്ത് തന്നു കഴിഞ്ഞാലും പലപ്പോഴും ശ്രദ്ധിക്കാണ്ട് വില്ലേജ് ഓഫീസ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നികുതിയും മുറിച്ചു കൊടുക്കും. വേറെ പ്രോബ്ലം ഒന്നുമില്ല. കോടതി ലീഗൽ പൊസിഷൻ ഡെലിവറി തന്നെയാണ് മീൻസ്. അതും വെച്ചിട്ട് മാത്രമേ ലീഗൽ പൊസിഷൻ ആവാൻ പറ്റൂ. ഡിക്ലറേഷൻ ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതിൽ ആവശ്യം വരുന്നില്ലല്ലോ. കാരണം നമുക്ക് സെയിൽസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്തായാലും ഒരു പറഞ്ഞ ശരിയല്ല. 3-4 റൂളിൽ നോക്കിയാലേ പറയാൻ പറ്റൂ. പ്രകാരമുള്ള ഒരു റിലീഫേ വേണ്ടു. കാരണം എക്സിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഡെലിവറി മാത്രമേ വേണ്ടൂ എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഈ 135 എന്ന് പറയുന്നത് നമുക്ക് അത്ര യൂസ്ഫുൾ ആയ ഒരു റൂളിംഗ് അല്ല ഹരിപ്രസാദ് സാറിന്റെ എന്നാ എനിക്ക് തോന്നുന്നത്. അതെ, അത് അങ്ങനെ ഒരു വാദമാണ് ഉള്ളത് ഇപ്പോൾ. അതായത് അത് ഒന്ന് മോഡിഫൈ ചെയ്യണം. എന്തായാലും മോഡിഫൈ ചെയ്യണം. ആരെങ്കിലും ആ രീതിയിൽ മൂവ് ചെയ്യാണ്ട് മോഡിഫിക്കേഷൻ സമയത്ത് ഒരു കാര്യം ചെയ്യുന്ന സന്തോഷം, ഒരു കാര്യം ഉണ്ടായാൽ മതി. 12 വർഷം ടൈറ്റിലുള്ളതുകൊണ്ട് 12 വർഷം വരെ ഡെലിവറി EP ഫയലാക്കാന്നുള്ള റൂളിംഗ് വന്നാൽ മതി. ടാക്സ് മുറിച്ച് പോയിക്കൊണ്ടിരിക്കുക. 12 വർഷം കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രോബ്ലം ഇല്ലാന്നിരിക്കുക അല്ലേ? ഈ 12 വർഷത്തിനിടയിൽ എപ്പോഴും EP ഫയലാക്കാം എന്ന റൂളിംഗ് വന്നാലും മതിയല്ലോ. 12 വർഷത്തിൽ EP ഫയലാക്കില്ല. 12 വർഷത്തിനുള്ളിൽ അയാൾക്ക് ഈ പറഞ്ഞ റിലീഫുകളൊക്കെ ചോദിക്കാം. റിക്കവറി ഓഫ് പൊസഷൻ ചോദിക്കാമല്ലോ. അയാളുടെ അഡ്വേഴ്സ് പൊസഷൻ എഫക്ട് ചെയ്യുന്നില്ലല്ലോ. അയാൾ റിക്കവറി ഓഫ് പൊസഷൻ ചോദിക്കുന്നു. പോകുമ്പോൾ ഉണ്ടാകുന്ന ചൊറയൽ EP അല്ലേ? എളുപ്പപ്പടി EP അല്ലേ? EP ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
അല്ല അതിന് ടൈം അത് ലിമിറ്റ് മാത്രല്ല ഇപ്പൊ അങ്ങനെ കൈവശം കിട്ടിയ അങ്ങനെ ആ ടൈറ്റിൽ ലിമിറ്റ് കിട്ടിയ മാറണം. അല്ല, ആ ലിമിറ്റ് മാറിക്കൊണ്ട് 12 വർഷത്തേക്കുള്ള ഒരു സാധനം നമ്മളെ ടൈറ്റിൽ ലോസ് ആകുന്നത് വരെയുള്ള EP ഫയലാക്കാന്നുള്ള റൂളിങ് വരണം. EP ഫയലാക്കാന്ന് വേണ്ട, നമുക്ക് റിക്കവറി ഓഫ് പൊസഷൻ നടത്താൻ പറഞ്ഞാൽ സബ്സിക്വന്റ് സ്യൂട്ട് ഫയൽ ചെയ്യാന്നുള്ള ഒരു പൊസിഷനിൽ അതിൽ നിൽക്കാൻ കഴിയില്ല. കാരണം അതില് ടൈറ്റിൽ നമ്മളെ കയ്യിൽ ഒരു ടൈറ്റിൽ ഉണ്ട്, പിന്നെ വേറൊരു സെക്കൻഡ് ടൈറ്റിലിന്റെ ആവശ്യമുണ്ടോ? ലീഗൽ ടൈറ്റിൽ ഡെലിവറിയിൽ വന്നിട്ടില്ല. അതെ, ഡെലിവറി ഇപ്പൊ ഞാൻ പറയാ, ഡെലിവറി എന്ന് പറയുന്ന സംഗതി ഉണ്ടായാൽ മാത്രമേ ലീഗൽ പൊസഷൻ കൊടുക്കുന്ന സമയത്ത് ബാങ്ക് ആദ്യം ചോദിക്കുക. ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുമ്പോ ബാങ്ക് ആദ്യം ചോദിക്കുന്ന ചോദിക്കുക, നിങ്ങൾ ഡെലിവറി EP ഫയലാക്കിയോ, ഡെലിവറി നടത്തുന്നോ, പിന്നെ ഡെലിവറി നടത്തി ടാക്സ് പേയ്മെന്റ് ആക്കിയിട്ടുണ്ടോ, ഡെലിവറി അക്കൗണ്ട് റെസിപ്റ്റ് അല്ലേ ചോദിക്കുക. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സബ്സിക്വന്റ് അത് ശരിയാണ്, അങ്ങനെ ചോദിക്കുക. അതുകൊണ്ടൊരു സബ്സിക്വന്റ് സൂട്ട് വന്നിട്ട് ഡിക്ലെയർ ചെയ്താൽ തന്നെ ഡിക്ലെയർ ചെയ്തു തന്നെ കരുതുക. അങ്ങനെ കരുതി കഴിഞ്ഞാൽ അത് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെലിവറി എന്നുള്ളൊരു ചോദ്യം വരൂലേ? അല്ലല്ല, ഡിക്ലറേഷൻ സൂട്ട് ഫയലാക്കുമ്പോൾ നമ്മൾ 33 പ്രകാരം സബ്സിക്വന്റ് റിലീഫ് കൂടെ ചോദിക്കേണ്ട രാജ്യത്തിൽ കോൺസിക്വൻഷ്യൽ റിലീഫ് കൂടെ ചോദിച്ചിരിക്കണം. ഡിക്ലറേഷൻ മാത്രമായിട്ട് നിൽക്കുകയും ചെയ്യില്ലല്ലോ, ഡിക്ലറേഷൻ മാത്രമായിട്ട് നിൽക്കുകയും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഡിക്ലറേഷൻ ഓഫ് സൂട്ട് അത് ചോദിക്കണം. അതുകൊണ്ട് ഡിക്ലറേറ്ററി സൂട്ട് എന്ന് പറയുന്നത് അതിനൊരു പരിഹാരമേ അല്ല, വേണ്ടത്. ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. ആയിക്കോട്ടെ, 2017 ശേഷം ഒരു വിധി വരാൻ വെയിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും സംശയമുണ്ട്? ഇല്ലെങ്കിൽ സമയം എത്തി. സന്തോഷ് സമയം മറന്നുപോയിരുന്നു. 5:36. വിനോദ് ചോദിക്കാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യില് ഒരുപാട് EP ഉണ്ട്, സെയിൽസ് സർട്ടിഫിക്കറ്റും വെച്ചിട്ട് ഇങ്ങനെ ഇത് ഫയലാക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ടായി പറയുന്നത്. അതെല്ലാം പണി കിട്ടാതിരിക്കുന്ന പണിയെടുക്കുക. അത് എന്റെ അടുത്തുണ്ട്, ഞങ്ങളുടെ അടുത്തുണ്ട്. ഞാൻ ഈ വാങ്ങിച്ചു കൊടുത്തില്ല. ഇപ്പൊ നമ്മള് യോജിക്കാത്തത് കൊണ്ടാ. സെയിൽസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല. ഇപ്പൊ കോടതി എന്ത് ചെയ്യാനാണ്? സെയിൽസ് സർട്ടിഫിക്കറ്റ് പിന്നെ അപേക്ഷ കൊടുത്തിട്ട് കാത്ത് കിടക്ക. ഇപ്പൊ എന്നാ കുഴപ്പമില്ല, ഇനിയെങ്കിലും നോക്കിയിട്ട് സമയത്തിന് ചെയ്യുന്ന സാറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ട്? നടക്കുന്നില്ല. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സാർ. അവിടെ അവിടുന്ന് സാർ അൺമ്യൂട്ട് എന്നാ നമുക്ക് ക്ലോസ് ചെയ്യാല്ലേ? സാറൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. നമുക്കൊരു കാര്യം ചെയ്യാം, സാറിന് ഇവിടുന്ന് അൺമ്യൂട്ട് ചെയ്യാൻ കഴിയും. സാർ അവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കൺക്ലൂഡ് ചെയ്യാം. 5:45. 2.25 മണിക്കൂർ സന്തോഷിന്റെ സുദീർഘമായിട്ടുള്ള. അപ്പോ ഇന്നലത്തെ രണ്ടും അല്ലേ? 2 വാക്ക് ഒന്ന് ചായ കൂടി തന്നിട്ട് നല്ലൊരു ക്ലാസ് നമുക്ക് കിട്ടി. വളരെ സുദീർഘമായ നല്ലൊരു ക്ലാസ്. ഭംഗി. അത് വീട്ടിൽ പറഞ്ഞു. അല്ലല്ല, നമ്മളോട് പറഞ്ഞ. അതെ അതെ, MC അത് ഒപ്പിയെടുത്തു. MC 2 വാക്ക് പറയട്ടെ. പറഞ്ഞു സാർ, പറയും. MC പറയും സാർ പറയും. അല്ല, ഞാൻ പറഞ്ഞു സാർ, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, സാറ് കേൾക്കാൻ. അല്ല, ഒന്നല്ല സാർ, പറഞ്ഞു. സാറിന് സിവിലിന് നന്നായി ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ആളാ വന്നിരിക്കുന്നത്. ഡിസ്കസ് ചെയ്യും. നല്ലൊരു ക്ലാസ് ആണ്. ഇനിയിപ്പം ഇത് വളരെ ദീർഘിച്ചു പോയി. ഇത്രയധികം സമയം എടുക്കരുതായിരുന്നു. മണിക്കൂർ കഴിഞ്ഞില്ലേ? അല്ല, ഞങ്ങൾ ഇടക്കിടക്ക് സന്തോഷത്തോട് ശ്രദ്ധയിൽ കൊണ്ടുവരാം. പക്ഷെ വളരെ ആവേശത്തിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാ നമുക്കിത് ഒരു 1.5 മണിക്കൂറാക്കി ചുരുക്കി പലപ്പോഴാക്കിയാണ്. നമുക്ക് ആർക്കും എവിടുന്നും അതെ,
അല്ല നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഒരു ക്ലാസ് എടുക്കാൻ സന്നദ്ധാവുകയാണെങ്കിൽ ഇനിയും ക്ലാസ് വേണമെന്ന് എന്റെ അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. നമ്പീശൻ സാർ ഒരു ദിവസം റെഡിയാവോ? നമ്പീശൻ സാർ ഒന്ന് റെഡിയാവോ? ഞാൻ എക്സിക്യൂഷൻ മാറ്ററിൽ അത് MC ആണ് കുറച്ചുകൂടുതൽ. MC സന്തോഷം എക്സിക്യൂഷൻ മാറ്ററിൽ അത്ര സ്ട്രോങ് അല്ല. എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ മതിയായിരുന്നു. എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ മതി. ഇത് എക്സിക്യൂഷൻ വേണ്ട. അതാണല്ലോ ശരി. അങ്ങനെ ഒരു ഡിസ്കഷൻ പോലെയാണല്ലേ ഡിസ്കഷൻ. സാറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ മതി. ഒന്ന് ഈസ്മെന്റിലോ ഏതിലെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. സന്തോഷമായിട്ട് ആലോചിച്ചിട്ട് പറയാം. സാർ അങ്ങനെയാണ്. ഓക്കെ ഒരു ഈസ്മെന്റ് ശരീരം മാത്രമേ കേൾക്കുന്നുള്ളൂ, ആളെ കാണുന്നില്ല. അതെ കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ഇതിനെ കണ്ടു ഞാൻ പിന്നെ ടീഷർട്ട് ആയതുകൊണ്ടാ ഞാൻ ഇതിനയച്ചോ. ശരി, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് 3 മണിക്കല്ലേ? 11:30 നെക്സ്റ്റ് സാറ്റർഡേ. ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള IT മാറ്ററിൽ വരുന്ന എന്താ ഡെന്നി? അല്ല ഞാൻ പറഞ്ഞത് സന്തോഷത്തിലെ കേൾക്കുന്നുണ്ട്. 2.5 മണിക്കൂർ ഈ 2.5 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നിട്ട് നല്ല 2 വാക്ക് പറയാൻ അത് ഏറ്റുപോയി കഴിഞ്ഞാൽ അത് നന്ദിയാവും. ഏതായാലും എന്നെ സംബന്ധിച്ച് വളരെ എഫക്റ്റീവ് ആണ്, ഇൻഫോർമേറ്റീവ് ആണ്. എല്ലാ തരത്തിലും നല്ല ക്ലാസ് ആയിരുന്നു. മാത്രമല്ല എനിക്ക് ചില സംശയങ്ങള് ചോദിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഈ സൈറ്റേഷൻസ് പറഞ്ഞ അത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഏതായാലും അത് വായിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം. ഈ മറ്റു കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് വലിയ ഗുണകരമായ ഒരു ക്ലാസ് ആണ്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. അങ്ങനെയാണ് ക്ലോസ് ചെയ്തൂടെ നമുക്ക്? അല്ല, ഒരു വേണുവക്കീൽ ഒരു ചെറിയ വേണുവക്കീൽ ഒന്ന് ഫോർമൽ നന്ദി പറയോ? ഒന്ന് വേണുവക്കീൽ ഞാനാ പറയണ്ടേ? നിങ്ങൾ ആയിക്കോട്ടെ, അങ്ങനെ ഞാൻ തന്നെ പറയാം. ക്ലാസ് വളരെ 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 എന്താ പറയാ, നല്ല ആകർഷകമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും നല്ലപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ് ആയിരുന്നു. ഇത്രയേറെ മെനക്കെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഈ ഓൺലൈൻ ക്ലാസ്സിൽ സന്തോഷ് ഇത്ര നല്ലോണം പെർഫോം ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദിയും കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ ശ്രോതാക്കളായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഇവിടെ ക്ലോസ് ചെയ്ത് ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ.